ഹരി ഓം. ഹരി ഓം നാരായണ. ഓം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിര്യ ഇമാ പുരോ വിഭുഃ നിർമ്മായ ശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലൻ ഋഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം.
ഹൃദി ഭാവയാമി. വാകാലയേശ മനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവതജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. സുസ്വാഗതം. നാരായണ. ഭാഗവതജ്ഞാനഗംഗ ദശമസ്കന്ധം 87-ാം അധ്യായം. 36 ശ്ലോകങ്ങൾ കഴിഞ്ഞു. 37-ാം ശ്ലോകം വ്യാഖ്യാനിക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്നലെ ഒന്ന് തുടങ്ങി. പക്ഷെ ഒന്നും പ്രവേശിച്ചിട്ടില്ല. ഇന്നലെ തുടങ്ങി വെച്ചു എന്ന് മാത്രം. നമുക്ക് ഒന്ന് പ്രവേശിക്കാം. 14-ാം ശ്ലോകം മുതൽക്ക് വായിക്കാം. ശ്രുതയ പൂജു. ശ്രുതിഗീത. ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത് ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ 87-തമോऽധ്യായഃ. ശ്രുതയ ഊജുഃ. ജയ ജയ ജഹ്യജാം അജിതദോഷഗൃഭീതഗുണാം ത്വമസി യദാത്മനാ സമവരുദ്ധ സമസ്തഭഗഃ. അഗജഗദോഗസാം അഖില ശക്ത്യവബോധഗതേ ക്വചിദജയാത്മനാ ചരതോനുചരന്നിഗമഃ. ബൃഹദുപലബ്ധമേതദവയന്ത്യവശേഷതയാ യത ഉദയാസ്തമയൗ വികൃതേർമൃതി വാ വികൃതാത്. അതർഷയോ ദതുസ്ത്വയി മനോവചനാചരിതം കഥമയഥാ ഭവന്തി ഭുവി ദത്തപദാനി നൃണാം. ഇതി തവ സൂരയസ്ത്രധിപതേ കില ലോകമലക്ഷപണകഥാമൃതാബ്ദിം അവഗാഹ്യ തപാംസി ജഹുഃ. കിമുദ പുനഃ സ്വധാമ വിദുദാശയ കാലഗുണാ പരമഭജന്തി യേ പദമജസ്രസുഖാനുഭവം. ധൃതയ ഇവ ശ്വസന്ധ്യസുഭൃതോ യദി തേനുവിദാ മഹദഹമാദയൊണ്ടമസൃജൻ യദനുഗ്രഹതഃ. പുരുഷവിദോന്വയോത്ര ചരമോന്നമയാദിഷു യഃ സദസദഃ പരം ത്വമദയദേഷ്വവശേഷമൃതം. ഉദരമുപാസത്തെ ഋഷിവത്മസു കൂർപ്പദൃശഃ പരിസരപദ്ധതിം ഹൃദയമാരുണയോദഹരം. തത ഉദഗാദനന്ദ തവ ധാമ ശിരഃ പരമം പുനരിഹ യത്സമേത്യ ന പതന്തി കൃതാന്തമുഖേ. സ്വകൃത വിചിത്രയോനിഷു വിശന്നിവ ഹേതുതയാ തരതമതശ്ചകാസ്യനലവത് സ്വകൃതാനുകൃതിഃ. അധ വിതദാസ്വമൂഷ്വവിദതം തവ ധാമ സമം വിരജതി യോന്വയം വ്യഭിവിപണ്യവയേകരസം. സ്വകൃതപുരേഷ്വമീഷ്വബഹിരന്തരസംവരണം തവ പുരുഷം വദന്ത്യഖിലശക്തിധൃതോംശകൃതം. ഇതി നൃഗതിം വിവിച്യ കവയോ നിഗമാവപനം ഭവത ഉപാസതെങ്ക്രിമഭവം ഭുവി വിശ്വസിതാഃ. ദുരവഗമാത്മതത്വനിഗമായ തവാത്കതനോഃ ചരിതമഹാമൃഗാബ്ദി പരിവർത്ത പരിശ്രമണാഃ. ന പരിലഷന്തി കേചിദപവർഗമഭീശ്വരത്തെ ചരണസരോജഹംസകുലസംഗവിസൃഷ്ടഗൃഹാഃ.
त्वदनुपदं कुलायमिदमात्मसुहृत्प्रियवत् चरति तदोन्मुखे त्वयि हिते प्रिय आत्मनि च न बदरमन्द्यहो असदुपासनयात्महनो यदनुशया भ्रमन्त्युरुभये कुशरीरमृदः निभृतमरुन्मनोक्षदृढयोगयुजो हृदि यत् मुनय उपासते तदरयोऽपि यजुस्मरणाद् स्त्रिय उरगेन्द्रभोगभुजदण्डविषक्तधियो वजमपि ते समदृशोऽङ्घ्रिसरोजसुधा कैहनुवेदबदावरजन्मलयोग्रसरम् यत उदगादृशिर्यमनुदेवगणा उभये तर्हि न सन्न चासदुभयं न च कालजवः किमपि न तत्र शास्त्रमवकृष्य शयीत यदा जनिमसतः सतो मृतिमुतात्मनि ये च विदां विपणमृतं स्मरन्त्युपदिशन्ति त आरोपितैः त्रिगुणमयः पुमानिति भिदायदबोधकृता त्वयि न ततः परत्र स भवेदवबोधरसे सदिव मनस्त्रिवृत्त्वयि विभात्य सदा मनुजाद् सदभिमृशन्त्यशेषमिदमात्मतयात्मविदः न हि विकृतिं त्यजन्ति कनकस्य तदात्मतया स्वकृतमनुप्रविष्टमिदमात्मतया वसितम् तव परिये चरन्त्यखिल सत्त्वनिकेततया तवुतपदाक्रमन्त्यविगणय्य शिरो निर्देः परिवयसे पशूनिव गिरा विबुधानपितान् त्वयि कृतसौहृदा खलु पुनन्ति नये विमुगा त्वमकरणस्वराडखिलकारकशक्तिधरः तव बलिमुद्वहन्ति समदं व्यजया निमिषाः वर्षभुजोऽखिलक्षितिपतेरिव विश्वसृजो विदधति यत्र ये त्वधिकृता भवदश्चकिताः स्थिरचरजादयस्युरजयोक्तनिमित्तयुजो विहर उदीक्षया यदि परस्य विमुक्त तदः न हि परमस्य कश्चिदपरो न परश्च भवेत् वियद इवापदस्य तव शून्यतुलां ददतः अपरिमिता ध्रुवास्तनुभृतो यदि सर्वगदाः तर्हि न शास्यते नियमो ध्रुवनेतरदाम् अजनि च यन्मयं तदविमुच्य नियन्त्रिभवेत् सममनुजानतां यदमतं मतदुष्टतया न घटद उद्भवः प्रकृतिपूरुषयोरजयोर् उभययुजा भवन्त्यसुहृदो जलबुद्बुदवदम् त्वयि तयिमे ततो विविधनामगुणैः परमे सरित इवार्णवे मधुनि लिल्युरशेषरसाः नृषु तव मायया भ्रमममीष्ववगत्य भृशम् त्वयि सुधियो भवेददति भावमनुप्रभवम् कथमनुवर्ततां भवभयं तव यद्भ्रुकुटिः सृजति मुहुस्त्रिणेमिरभवच्चरणेषु भयम् विजितहृषीकवायुभिरकान्दमनस्तुरगम् यैह यदन्ति यन्तुमतिलोलमुपायगितः व्यसनसदान्विता समवहाय गुरोश्चरणम् वणिजैवाजसन्ध्यकृतकर्णधरा जलधौ स्वजनसुतात्मदारधनधामधरासुरदैः त्वयि सदि किं नृणां स्रजत आत्मनि सर्वरसे इति सदजानतं मिथुनतो रतये चरतां सुगयति कोन्मिह स्वविहते स्वनिरस्तभगे भुवि पुरुपुण्यतीर्थसदनानि ऋषयो विमदास्तवुत भवल्पगाम्बुजहृदो अगभिदङ्घ्रिजलाः
ദദതി സകൃന്മനസ്ത്വയ്യ ആത്മനി നിത്യസുഖേ ന പുനരുപാസത്തെ പുരുഷസാരഹരാവസദാൻ സത ഇദമുത്തിദം സദിതി ചേന്നനു തർക്കഹദം വ്യഭിചരതി ക്വച ക്വച മൃഷാന തഥോഭയയുക വ്യവഹൃതയേ വികൽപ ഇഷിതൊന്ദ പരമ്പരയാ ഭ്രമയതി ഭാരതീത ഉരുവൃത്തിഭിരുക്തജഡാൻ നയതിതമഗ്ര ആസന ഭവിഷ്യദോ നിദനാദ് അനുമിതമന്തരാ ത്വയി വിഭാതി മൃഷൈകരസേ അത ഉപമീയത്തെ ദ്രവിണജാതി വികൽപപദൈഃ വിദധ മനോവിലാസം ഹൃദമിത്യവയം യബുധാഃ स यदजया त्वजामनुशयीत गुणांश्च जुषन् भजति सरूपदां तदनु मृत्युमपेदभगः त्वमुत जहासि ताम् अहिरिव त्वचमात्तभगो महसि महीयसेष्टगुणिते परिमेह्य भगः यदि न समुद्धरन्ति यतयो हृदि कामजडाः दुरधिगमो सतां हृदि गतो स्मृतकण्डमणिः असुतृपयोगिनाम् उभयतोऽप्यसुखं भगवन् अनपगदान्धगादनधिरूढपदाद्भवतः त्वदवगमी न वेत्ति भवदुत्तशुभाशुभयोर्गुणविगुणान्वयान् तर्हि देहभृदां च गिरः अनुयुगमन्वहं सगुणगीतपरम्परया श्रवणभृतो यदस्त्वमपवर्गगतिर्मनुजैः द्युपदय एव तेन ययुरन्दमनन्दतया त्वमभियदन्तराण्डनिजया ननु सावरणाः कैवरजांसि वान्ति वयसा सह यत्श्रुतयः त्वयि हि फलं द्यतं निरसनेन भवन्निधनाम् श्रीभगवानुवाच इत्येतद्ब्रह्मणः पुत्राः आश्रित्यात्मानुशासनं सनन्दनमधानर्चुः सिद्धा ज्ञात्वात्मनो गतिम् इत्यशेषसमाम्नाय पुराणोपनिषद्रसः समुद्धृतः पूर्वजातैः व्योमयानैर्महात्मभिः त्वं चैतद्ब्रह्मदायादा श्रद्धयात्मानुशासनं धारयंश्चरगां कामं कामानां भर्जनं नृणाम् श्रीशुक उवाच एवं सर्षिणादिष्ट गृहीत्वा श्रद्धयात्मवान् पूर्णश्रुतधरो राजन् आह वीरव्रतो मुनिः नारद उवाच नमस्तस्मै भगवते कृष्णायामलकीर्तये यो धत्ते सर्वभूतानाम् अभवायोषधीः कलाः इत्याद्यं ऋषिमानम्य तच्छिष्यांश्च महात्मनः ततो गादाश्रमं साक्षात् पितुर्द्वैपायनस्य मे सभाजितो भगवता कृतासनपरिग्रहः तस्मै तद्वर्णयामास नारायणमुखात् श्रुतम् इत्येतद्वर्णितं राजन् यन्नः प्रश्नकृतस्त्वया यदा ब्रह्मण्यनिर्देश्ये निर्गुणेऽपि मनश्चरेत् योऽस्योत्प्रेक्षक आदिमध्यनिधने यो व्यक्तजीवेश्वरो यः सृष्ट्वेदमनुप्रविश्य ऋषिणा चक्रे पुरःशास्तिताः यं सम्पद्य जहात्यजाम् अनुशयि सुप्तकुलायं यथा तं कैवल्यनिरस्तयोनिमभयं ध्यायेदजस्रं हरिम् हरि ओम् इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां दशमस्कन्धे उत्तरार्धे नारद नारायण संवादे वेदस्तुतिर्नाम सप्ताशीतितमोऽध्यायः सर्वत्र गोविन्दनाम संकीर्तनं गोविन्द गोविन्द नारायणाखिलगुरो भगवन् नमस्ते नारायणाखिलगुरो भगवन् नमस्ते नारायणाखिलगुरो भगवन् नमस्ते हरि ओम्
എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക്, ശ്രുതിഗീതയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ശ്രുതിഗീത പരീക്ഷത്തിൻ്റെ ചോദ്യം: നിർഗുണമായ പരബ്രഹ്മതത്വത്തെ എങ്ങനെയാണ് വേദങ്ങൾ ഗുണമയങ്ങളായ മന്ത്രങ്ങളെ കൊണ്ട് വർണ്ണിക്കുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് ത്രിഗുണാത്മകമായ മനസ്സിന് നിർഗുണമായ പരബ്രഹ്മതത്വത്തെ ഉൾക്കൊള്ളാൻ കഴിയുക എന്നിങ്ങനെയുള്ള സംശയങ്ങൾക്ക് മറുപടിയായിട്ട് നാരായണ സംവാദം, നരനാരായണന്മാരിൽ നാരായണ ഋഷി നാരദന് ഉപദേശിക്കുന്നതായിട്ടുള്ള ശ്രുതിഗീത, അതും സനകാദികൾ തമ്മിലുള്ള സംവാദ രൂപത്തിൽ സനന്ദന ഋഷി മറ്റ് സഹോദരങ്ങളായ സനകൻ, സനാതനൻ, സനൽകുമാരൻ മുതലായവരോട് ഒന്നിച്ചിരുന്ന് എല്ലാവരും 4 പേരും എല്ലാം അറിയുന്നവരാണ്, സർവജ്ഞന്മാരാണ്. എങ്കിലും അവർ പരസ്പരം എപ്പോഴും തത്വങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് സംവാദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് മനസ്സിനെ ആ ബ്രഹ്മതത്വത്തിലേക്ക് തന്നെ ഉറപ്പിച്ച് നിർത്താനുള്ളതായിട്ടുള്ള അഭ്യാസം ചെയ്തുകൊണ്ടിരിക്കും. വേദാന്ത സമ്പ്രദായം തന്നെ അങ്ങനെ തന്നെയാണ്. ആവൃത്തി അസകൃത് ഉപദേശാത് എന്ന് ബ്രഹ്മസൂത്രത്തിൽ തന്നെ ഒരു സൂത്രമുണ്ട്. അനേക പ്രാവശ്യം അസകൃത് ഉപദേശാത്, അസകൃത് എന്നല്ല ലസകൃത്, ഏകപ്രാവശ്യം ഉപദേശിച്ചത് കൊണ്ടൊന്നും ഈ ഒരു തത്വം ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. അല്ലേ? ഒറ്റയടി കൊണ്ട് ഒരു വലിയ പാറയൊന്നും പൊട്ടാൻ പോകുന്നില്ല. ആവർത്തിച്ച് ഹാമർ കൊണ്ട് അടിച്ചിടത്ത് തന്നെ അടിച്ചുകൊണ്ടേയിരിക്കുമ്പോഴേ അത് പാറ പിളരുകയുള്ളൂ. വലിയ മരത്തടികൾ വെട്ടുന്നത് മഴുകൊണ്ട് വെട്ടുമ്പോൾ വെട്ടിയിടത്ത് തന്നെ വെട്ടിക്കൊണ്ടിരിക്കണം, അപ്പോഴേ അത് പിളരുകയുള്ളൂ. അല്ലേ? ഒരു തൂണ് കുഴിച്ചിടുമ്പോൾ അതിനെ പല ഭാഗത്തു നിന്നും ഉറപ്പിക്കണം. കല്ലും കട്ടയും മണ്ണും ഒക്കെ ചേർത്തിട്ടുകൊണ്ട് ആ കുഴി ഗ്യാപ്പെല്ലാം ടൈറ്റായിട്ട് കുത്തി നിറയ്ക്കണം. സ്ഥൂണ ആഘനന ന്യായം എന്ന് പറയും. അല്ലേ? ഇന്ന് നമ്മളൊരു എന്താ പറയുക, പന്തൽക്കാൽ നാട്ടി, മുഹൂർത്തക്കാൽ നാട്ടൽ എന്നൊക്കെ പറയും, യാഗശാലയുടെ ഒക്കെ ഇതിന് വേണ്ടിയിട്ടുള്ളത്, പ്രതിഷ്ഠയുടെ. അപ്പോൾ ആ വലിയ കാലിനെ നല്ല ആഴത്തിൽ കുഴിയെടുത്ത് അതിലേക്ക് ഇറക്കി വെച്ച ശേഷം അതിൻ്റെ ചുറ്റുഭാഗത്തു നിന്നും മണ്ണും കല്ലും എല്ലാം കൂടി ചേർത്ത് ഇടിച്ച് കട്ടപ്പാറയുടെ പിന്നാമ്പറം കൊണ്ടിടിച്ച് ഉറപ്പിക്കുന്നു. അതിനാണ് സ്ഥൂണ ആഗണന ന്യായം. തൂണിനെ നന്നായി കുഴിച്ചിടുന്ന ന്യായം, ഉറപ്പിക്കുന്ന ന്യായം. ഇതുതന്നെയാണ് നമ്മൾ എല്ലാ വിദ്യ പഠിക്കുമ്പോഴും വേണം. നമ്മൾ സ്കൂൾ പഠിക്കുന്ന കാലത്ത് എത്ര ഇമ്പോസിഷൻ എഴുതിയിട്ടുണ്ട്, അല്ലേ? ടീച്ചർമാർ ഓരോ കാര്യങ്ങളും നമ്മളോട് 50 പ്രാവശ്യം എഴുതിയിട്ട് വരൂ, 100 പ്രാവശ്യം എഴുതിയിട്ട് വരൂ, 10 പ്രാവശ്യം എഴുതിയിട്ട് വരൂ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പണിഷ്മെൻ്റാണെന്ന് തോന്നിയിട്ടുണ്ട്. നമുക്ക് കൈ കടഞ്ഞിട്ടുണ്ട് ഹോംവർക്ക് ചെയ്തിട്ട്, ഇല്ലേ? ശപിച്ചിട്ടുണ്ട് ടീച്ചർമാരെ. അപ്പം എല്ലാ രംഗത്തും ഇത് ആവശ്യമാണ്. അസകൃത് ഉപദേശം പല പ്രാവശ്യം ഉപദേശിക്കുക എന്നുള്ളത്. അപ്പം പിന്നെ ഇത്രയും ഗഹനമായിട്ടുള്ള നിർഗുണ നിരാകാരമായ തത്വത്തെക്കുറിച്ചിട്ടുള്ള ഉപദേശം എത്ര പറഞ്ഞാലാണ് ഓരോരുത്തരുടെയും അധികാരിത്വം അനുസരിച്ചാണ് അത് ഉൾക്കൊള്ളാൻ കഴിയുക. അല്ലേ? കല്ലിൻ്റെ ബലം പോലെ ഇരിക്കും എത്ര അടി വേണം എന്നുള്ളത്. ചില കല്ലുകൾ നല്ല മൂത്ത കരിങ്കല്ലായിരിക്കും,
സാധാരണക്കാരൊന്നും അടിച്ചാൽ ചിലപ്പോൾ അത് പൊട്ടുകയേ ഇല്ല. നല്ല ആരോഗ്യമുള്ള ആളുകൾ വലിയ ചുറ്റിക കൊണ്ട് പല പ്രാവശ്യം ആവർത്തിച്ചടിക്കേണ്ടി വരും. ചില കല്ലുകളോ ദുർബലമായിട്ടുള്ള കല്ലുകളായിരിക്കും. ഒരടിക്ക് തന്നെ അതിൽ തന്നെ നേരത്തെ തന്നെ വല്ല വിള്ളലുകളൊക്കെ ഉണ്ടാവും. ഡെൻസിറ്റി കുറഞ്ഞ കല്ലുകളായിരിക്കാം, പെട്ടെന്ന് വളർന്നു വരും. ഇതുപോലെയാണ് നമ്മളും ഓരോ വ്യക്തികളും. ചിലർ അത്യന്ത തമോ ഗുണം കൊണ്ട് വലിയ കരിങ്കല്ല് പോലെയുള്ള ബുദ്ധിയും മനസ്സുള്ള ആൾക്കാരാണ്. അതിൻ്റെ ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്യാൻ ആര് വിചാരിച്ചാലും ഒരു വഴിയുണ്ടാവില്ല. ചില ആളുകൾ വളരെ മൃദുവായിട്ടുള്ള കല്ല് പോലെയും മണ്ണ് പോലെയും ഉള്ളവരാണ്. അവരിലേക്ക് വേഗം ഈ തത്വം ഇറങ്ങിച്ചെല്ലും. അപ്പോൾ എന്തു തന്നെയാണെങ്കിലും അതിനെ വീണ്ടും വീണ്ടും അഭ്യസിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് വേദാന്ത ശാസ്ത്രം നമ്മളോട് ഉപദേശിക്കുന്നത്. ഇല്ലെങ്കിൽ വിസ്മൃതി സംഭവിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഭാഗവതം ആരംഭിച്ചപ്പോൾ സത്യം പരം ധീമഹി എന്ന് പ്രതിജ്ഞ ചെയ്തത്. ഈ ഭാഗവതത്തിലെ 18,000 ശ്ലോകങ്ങളെ കൊണ്ടും 335 അധ്യായങ്ങളെ കൊണ്ടും 12 സ്കന്ധങ്ങളെ കൊണ്ടും ഒറ്റ പണിയാണ് ചെയ്യുന്നത്. സത്യം പരം ധീമഹി, പരമസത്യത്തെക്കുറിച്ച് നിരന്തരം അനുസന്ധാനം ചെയ്യുന്നു, നിരന്തര വിചാരം ചെയ്യുന്നു, വിവിധ കോണുകളിൽ നിന്ന് ആ സത്യത്തെ ദർശിക്കാൻ ശ്രമിക്കുന്നു, വിവിധ ഉപമകളിലൂടെ ആ സത്യത്തെ റിയലൈസ് ചെയ്യാൻ, റെക്കഗ്നൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു. പല പല സംവാദങ്ങളിലൂടെ, വ്യത്യസ്തങ്ങളായ സംവാദങ്ങൾ, എല്ലാം ഒരേ തത്വത്തെ തന്നെയാണ് പറയുന്നതെങ്കിലും ഓരോ സംവാദത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു യുണീക്നെസ്സും ഉണ്ട്. അങ്ങനെ നമ്മുടെ ഉള്ളിലുണ്ടാകാവുന്ന എല്ലാ സംശയങ്ങൾക്കും പരിഹാരം പല ആചാര്യന്മാരിലൂടെ നമുക്ക് നൽകുന്നു. അതാണ് ഭാഗവതവും. അപ്പോൾ ഈ ഭാഗവതത്തിലെ ഈ ശ്രുതിഗീത എന്നുള്ളത് ഭാഗവതത്തിൻ്റെ ഒരു പരിച്ഛേദമാണ്, അഥവാ ഒരു മിനിയേച്ചറാണ്. അതിൻ്റെ ഒരു ഏട് കീറിയെടുക്കുക, അല്ലെങ്കിൽ ഒരു അധ്യായം പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ ശ്രുതിഗീതയിൽ ഭാഗവതം മുഴുവനുണ്ട്. കാരണം ഭാഗവതം എന്നുള്ളത് നിഗമകൽപ്പതരോർ ഗളിതം ഫലം, വേദമാകുന്ന കൽപ്പവൃക്ഷത്തിൽ നിന്ന് മൂത്തുപഴുത്തു വീണ പഴമാണ് ഭാഗവതം. ആ വേദം തന്നെയാണ് ഈ ശ്രുതിഗീതയും. വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ആശയങ്ങളെ, വിവിധ ഉപനിഷത്തുക്കളിൽ പറഞ്ഞിരിക്കുന്ന ആശയങ്ങളെ വിവിധ ശ്ലോകങ്ങളിലൂടെ ക്രമികമായി നമ്മുടെ ബുദ്ധിക്ക് വേണ്ടി, നമ്മുടെ ബുദ്ധിയുടെ സർവ്വ സംശയങ്ങളും നീങ്ങി നമ്മുടെ ബുദ്ധിയുടെ ഇരുളടഞ്ഞ അറകളിലേക്ക് വെളിച്ചം വീശിക്കൊണ്ട് ഈ സത്യത്തെ പ്രകാശിപ്പിക്കുകയാണ് ശ്രുതിഗീത ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അനേക ശ്ലോകങ്ങളിലൂടെ അനേക ഉപനിഷത് സാരമാണ് കണ്ടത്. ഇനിയും അതുതന്നെ തുടരുന്നു. വിവിധ ഉപനിഷത്തുക്കൾ വിവിധ ആശയങ്ങൾ പറഞ്ഞു, അതുതന്നെ തുടരുന്നു എന്നറിയാം. നമ്മൾ 36-ാം ശ്ലോകമാണ് അവസാനം കണ്ടത് എന്ന് പറഞ്ഞു. അതൊന്നുകൂടെ വായിച്ചു ഒന്ന് സാമാന്യം കണ്ടിട്ട് 37ലേക്ക് പോകാം. സത ഇദമുത്ഥിതം സദിതി ചേന്നനു തർക്കഹതം വ്യഭിചരതി ക്വച ക്വച മൃഷാ ന തദോ ഭയയുക് വ്യവഹൃതയേ വികൽപ ഇഷിതോന്ദ പരമ്പരയാ ഭ്രമയതി ഭാരതീത ഉരുവൃത്തിഭിരുക്ത ജഡാൻ. അപ്പോൾ സത്കാര്യവാദികൾ എന്ന് പറയുന്നവരുടെ അഭിപ്രായത്തെ ഖണ്ഡിക്കാൻ ഉള്ളതായിട്ടുള്ള ഒരു ശ്ലോകമാണിത്. സത്തായ ബ്രഹ്മത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചമുണ്ടായത്, അതുകൊണ്ട് ഈ പ്രപഞ്ചം സത്താണ്, ഇതിനും പാരമാർത്ഥിക സത്യത്വം ഉണ്ട് എന്ന് വാദിക്കുന്ന ഒരു കൂട്ടരുണ്ട്. ഇതിനും ഈ പ്രപഞ്ചത്തിനും പാരമാർത്ഥിക സത്യത്വമുണ്ട്.
എന്ന് വാദിക്കുകയാണ്. അപ്പോൾ അത് ശരിയല്ല. പാരമാർത്ഥിക സത്യത്വം ഇതിനൊട്ടും ഇല്ല. ഇതിന് നമ്മൾ വ്യവഹാരത്തിൽ ചില അംഗീകാരം കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതും അന്ധപരമ്പരയാ എന്ന് പറയേണ്ട ഇവിടെ. അന്ധപരമ്പരയാ. പൂർവീകരായ അന്ധന്മാർ അംഗീകരിച്ചു. അടുത്ത തലമുറകൾക്കൊക്കെ അത് തന്നെ പറഞ്ഞു കൊടുത്ത് ഉപദേശിച്ചു. അതുകൊണ്ട് അജ്ഞാനികളുടെ പരമ്പര കൊണ്ട് ഈ ജഗത്തിന് ഒരു വ്യാവഹാരിക സത്യത്വം. എല്ലാവരും ഒരുപോലെ വ്യവഹരിക്കുന്നത് കൊണ്ടാണത്. എല്ലാവരും അന്ധന്മാരായതുകൊണ്ടാണ്. അപ്പോ പൂർവീകർ പറഞ്ഞു എന്നതുകൊണ്ട് വാസ്തവത്തിൽ ജഗത്ത് സത്യമാവുമോ? ഒരു അന്ധൻ ആനയെ സ്പർശിച്ചിട്ട് ആനയുടെ ഏതോ അവയവത്തിൽ തൊട്ടിട്ട് ഇന്നതാണ് ആന എന്ന് പറയും പോലെ അതുതന്നെ അവിടെ തന്നെ തൊട്ടവരൊക്കെ അതുതന്നെയാണെന്ന് പറഞ്ഞ് ചാഢ്യം പിടിക്കും. നോക്കൂ, ഞാൻ തൊട്ടത് നോക്കൂ, ഞാൻ തൊട്ട് നോക്കിയിട്ടാ പറയണം, നിങ്ങളും വന്ന് പിടിച്ചു നോക്കൂ എന്ന് പറഞ്ഞിട്ട് ആനയുടെ കാലിനെ തന്നെ എല്ലാവരും ചെന്ന് അന്ധന്റെ കൈപിടിച്ച് അതേ കാലിനെ തന്നെ തൊട്ട് നോക്കിയാൽ ആദ്യത്തെ അന്ധൻ പറഞ്ഞതിനെ അനുകരിച്ചുകൊണ്ട് എല്ലാവരും സമ്മതിക്കും. അപ്പം അതുപോലെ എത്രയോ കാലമായി നമ്മുടെ പൂർവീകരൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഇതിനെ നമ്മളെല്ലാം അംഗീകരിച്ചിരിക്കുന്നു. അതിനെയാണ് നമ്മൾ വ്യാവഹാരിക സത്യം എന്ന് പറയുന്നത്. പക്ഷെ അതിന് പാരമാർത്ഥിക സത്യത്വം ഇല്ല. പൂർവീകർ പറഞ്ഞു എന്നതുകൊണ്ട് ഒന്നും പരമസത്യം ആവുകയില്ല. അല്ലെ? പൂർവീകരോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് പറയാം. അതുകൊണ്ട് പൂർവീകർ പറഞ്ഞ എല്ലാം സത്യമാണ് എന്ന് അംഗീകരിക്കേണ്ടതില്ല. അത് സത്തിൽ നിന്നാണ് ഈ ലോകമുണ്ടായത്. അതുകൊണ്ട് അത് സത്താണെന്ന് പറയുന്നത് തർക്കഹതം. ചിന്ത ചെയ്യുന്നവർക്ക്, വിചാരം ചെയ്യുന്നവർക്ക് അത് നശിക്കപ്പെടുന്നു. വ്യഭിചരതി ക്വച അവിടെ അതിന് വ്യഭിചാരമുണ്ടാകുന്നു. അത് മൃഷയായി ഭവിക്കുന്നു. ഉഭയയുക്കും ആകുന്നില്ല എന്നുവെച്ചാൽ രണ്ടും കൂടി ചേർന്നതും ആകുന്നില്ല. അത് സത്വമല്ല, അസത്വമല്ല, സദസത്വം അല്ല ഈ ജഗത്ത് എന്ന് പറയണം. അതായത് കാരണമായ പിതാവിൽ നിന്നുണ്ടായ പുത്രൻ പിതാവാണോ? അല്ലല്ലോ. ആൾക്ക് വ്യത്യാസമില്ലേ? കാരണം പിതാവാണെങ്കിലും കാര്യമായ പുത്രന് പിതാവുമായിട്ട് സാമ്യമുണ്ടാവുകയില്ല. വളരെ വ്യത്യസ്ത സ്വഭാവമായിരിക്കും, രൂപമായിരിക്കാം. അതുപോലെ ആയിക്കൊള്ളണമെന്ന് ഇല്ല. അതുപോലെ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കയറിൽ കണ്ട പാമ്പ് കയറിനെ പോലെ സത്യത്വമുള്ളതായിരിക്കുമോ? കയറിന് സത്യത്വമുണ്ട്, ശരി. കയറിന് സത്യത്വമുള്ളത് കൊണ്ട് കയറിൽ കണ്ട പാമ്പ് സത്യമാണെന്ന് വാദിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? കയറ് കാണാത്തവർക്കേ പാമ്പ് സത്യമാണെന്ന് വാദിക്കാൻ പറ്റുള്ളൂ. കയറിനെ കണ്ടുകൊണ്ട് കയറിൽ കണ്ടതായിട്ടുള്ള പാമ്പ് കയറിനെ പോലെ തന്നെ സത്യമാണെന്ന് വാദിക്കാനും സാധ്യമല്ല. പൂർവീകർ പറഞ്ഞതുകൊണ്ടും അത് സത്യമാവണം എന്നില്ല. അതാണ് വ്യവഹൃതയെ വികൽപ്പ ഇഷിതഃ അന്ധപരമ്പരയ. അജ്ഞപരമ്പരയ. അന്ധം എന്ന് പറഞ്ഞാൽ അജ്ഞം. അപ്പോൾ അജ്ഞപരമ്പരയ വ്യവഹൃതയെ വികൽപ്പ ഇഷിതഃ. വികൽപ്പത്തെ സ്വീകരിച്ചിരിക്കുന്നു വ്യവഹാരത്തിനായിക്കൊണ്ട്. അപ്പൊ കർമ്മത്തിൽ ഭ്രമിച്ചിരിക്കുന്നവർ, അതാണ് ഉക്തജടാൻ എന്ന് പറഞ്ഞത്. ഉക്തം എന്നാൽ കർമ്മം. അപ്പൊ കർമ്മത്തിൽ ജഡബുദ്ധിയോടുകൂടിയ, സത്യത്വ ബുദ്ധിയോടുകൂടിയ അവരെ തേ ഭാരതി ഒരു വൃത്തിഭിഹി ഭ്രമയതി. അങ്ങയുടെ ഭാരതി, തേ ഭാരതി, ഭാരതീത്ത എന്നുള്ളത് തേ എന്നുള്ളതാണ്.
അപ്പോൾ തേ ഭാരതി എന്ന് പറഞ്ഞാലോ അങ്ങയുടെ വാക്കുകൾ. ഏത് വാക്കുകൾ? ഇവിടെ വേദവാക്കുകൾ തന്നെ. അപ്പോൾ വേദവാക്കുകൾ ഭ്രമയതി ഒരു വൃത്തിബിഹി, അവരെ പല വൃത്തികളെ കൊണ്ട് പല കർമ്മങ്ങളിലേക്കൊക്കെ പ്രേരിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നു. ഈ ലോകം സത്യം, മറ്റേ ലോകം സത്യം, അല്ലേ? നിങ്ങൾക്ക് ഇന്ന കർമ്മം ചെയ്താൽ ഇന്ന ലോകത്തേക്ക് പോകാം, ഇന്ന സ്വർഗലോകത്ത് പോകാം, പിതൃലോകത്ത് പോകാം, ഗന്ധർവ ലോകത്തേക്ക് പോകാം, സിദ്ധലോകത്തേക്ക് പോകാം, ബ്രഹ്മലോകത്തേക്ക് പോകാം എന്നൊക്കെ പറഞ്ഞ് വേദവാക്കുകൾ ഭ്രമിപ്പിക്കുന്നുണ്ട്. ആരെ? ഉക്തജടാൻ, കർമ്മത്തിൽ ജഡബുദ്ധിയോടുകൂടിയവർ. അപ്പൊ തൽക്കാലം തമോ ഗുണപ്രധാനികളായിട്ടുള്ള ആളുകളെ ഈ കർമ്മത്തിൽ പ്രേരിപ്പിച്ച് കുറെ കർമ്മം ചെയ്യിപ്പിച്ച് അവരുടെ ഉള്ളിൽ രജോ ഗുണം വളർത്തി ആ രജോ ഗുണം അവർ കൂടുതൽ പ്രകടിപ്പിക്കും തോറും അതിന്റെ കാഠിന്യം കുറഞ്ഞു വരും. വെള്ളം ചേർത്തതുപോലെ നേർത്ത് വരും. അങ്ങനെ രജോ ഗുണം നേർത്ത് കഴിയുമ്പോൾ അവർക്ക് സത്വഗുണം വർദ്ധിച്ചു വരും, സത്വഗുണപ്രഭാവം ഉണ്ടാകും. അങ്ങനെ ചിത്തശുദ്ധി ഉണ്ടാകാൻ വേണ്ടി മാത്രമാണ് വേദങ്ങളിൽ കർമ്മകാണ്ഡങ്ങൾ അനേകം വിധിച്ചിരിക്കുന്നത്. വേദങ്ങളിലെ കർമ്മകാണ്ഡം പാരമാർത്ഥികമല്ല, അതിനെയും വെടിയേണ്ടതാണ്. അതാണ് പരീക്ഷ്യലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണ നിർവേദമായാത് നാസ്തി അകൃതഃ കൃതേന. ചെയ്യുന്ന കൃതേന കർമ്മണ അകൃതഃ നാസ്തി. അകൃതമായിരിക്കുന്ന ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല എന്നറിഞ്ഞുകൊണ്ട് നിർവേദം ആയാത്, നിർവേദത്തെ പ്രാപിക്കണം. നിർവേദം എന്നാൽ വേദത്തെ നിർഗമിച്ച അവസ്ഥയെ പ്രാപിക്കണം. വേദത്തിൽ നിന്ന് പുറത്തു കടക്കണം. വൈദിക കർമ്മങ്ങളെയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് വിരജാഹോമം ചെയ്തുകൊണ്ട് സന്യാസത്തിലേക്ക് പ്രവേശിക്കണം. അതാണ് നിർവേദമായാത്. അപ്പോൾ കർമ്മങ്ങളുടെ നിരർത്ഥകതയെ വിചാരം ചെയ്ത് ബോധ്യപ്പെടുമ്പോൾ കുറേ കാലം കഴിയണം, ഇല്ലേ? കണ്ടാലറിയാത്തവരാണ് ബഹുഭൂരിപക്ഷവും, മൃഗീയ ഭൂരിപക്ഷവും. സനകാദികളെപ്പോലെ, ശ്രീ സുഖബ്രഹ്മർഷിയെപ്പോലെ, നാരദനെപ്പോലെ അത്രയും അന്ധകരണ ശുദ്ധിയുള്ളവരും അത്രയും വിവേക വിജ്ഞാനാദികൾ ഉള്ളവരുമായിട്ടുള്ള ആളുകൾ ലോകത്തിൽ എന്താ പറയുക, വിരലിലുണ്ടാവുന്നവരേ ഉള്ളൂ. ബഹൂനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ. ഭഗവാൻ ഗീതയിൽ പറയും, ഒരു ജ്ഞാനവാൻ, ഒരു ജ്ഞാനി എന്നെ പ്രാപിക്കുന്നു. മാം പ്രപദ്യതേ, എപ്പോൾ? ബഹൂനാം ജന്മനാം അന്തേ. ഒരുപാട് ട്രാൻസ്ഫർമേഷന് വിധേയനായിക്കൊണ്ട് കാലാകാലങ്ങളായി ജന്മജന്മാന്തരങ്ങളായി പരിണമിച്ച് അല്ലേ? ആന്തരികമായ പരിണാമമാണ് ഇവിടെ. ആന്തരികമായിട്ടുള്ള പരിണാമം കൊണ്ട് ഉയർന്ന യോനികളിലേക്ക് വന്ന് ഒരു ജ്ഞാനിയായി മാറുന്നു. അതാണ് ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ വാസുദേവ സർവമിതി സ മഹാത്മാ സുദുർലഭ. എല്ലാം ആ വാസുദേവനാണെന്ന് സാക്ഷാത്കരിക്കുന്ന അങ്ങനെ ഒരു മഹാത്മാവ് ഈ ലോകത്തില് സുദുർലഭ. ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവത് വദതി തദൈവ ചാന്യഃ ആശ്ചര്യവത് ചൈനമന്യശൃണോതി ശ്രുത്വാപ്യേനം വേദന ചൈവ കശ്ചിത്. ഇതെല്ലാം സാധാരണക്കാരായിട്ടുള്ളവർക്ക് ഈ വേദാന്ത തത്വങ്ങളെല്ലാം ഒരു ആശ്ചര്യം ആണ്. ഗ്രഹിക്കാൻ വളരെ പ്രയാസം, വായും പൊളിച്ച് കണ്ണും തുറച്ച് കേട്ടിരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള തത്വങ്ങളാണ്. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യദതി സിദ്ധയേ യതതാമപി സിദ്ധാനാം കശ്ചിത് മാം വേത്തി തത്വതഃ. ഗീതയിൽ 7-ാം അധ്യായത്തിൽ ഭഗവാൻ പറയും, മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് മാം വേത്തി തത്വതഃ.
ആയിരക്കണക്കിന് മനുഷ്യന്മാരിൽ കശ്ചിത് ഏകഃ മാം തത്വതഃ വേത്തി, എന്നെ ശരിയായ ഉള്ളതുപോലെ തത്വം എന്താണ് എൻ്റെ തത്വം എന്ന് അറിയുന്നു. അങ്ങനെ എന്നെ സാക്ഷാത്കരിക്കുന്നവർ കോടിക്കണക്കിന് ആളുകളിൽ ഏതോ ഒരുവൻ മാത്രം എന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു അന്ധക്കരണ ശുദ്ധിയിലേക്കാണ് വരേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് കർമ്മങ്ങളെ വിധിച്ചിരിക്കുന്നത്. എല്ലാവരും അവരവരുടെ യോഗ്യതയ്ക്കനുസരിച്ച്, അർഹതയ്ക്കനുസരിച്ച് അവനവൻ്റെ കർത്തവ്യ കർമ്മങ്ങളെയെല്ലാം നിർവഹിച്ചുകൊണ്ട് സ്വധർമ്മത്തിലൂടെ തപസ്സനുഷ്ഠിച്ച്, സ്വധർമാനുഷ്ഠാനമേവ തപഃ, അവനവൻ്റെ ധർമാനുഷ്ഠാനം തന്നെയാണ് തപസ് എന്നുള്ള ബോധത്തോടെ ഓരോരുത്തരും എവിടെ ഇരിക്കുന്നുവോ, ഏത് റോളാണോ സ്വീകരിച്ചിരിക്കുന്നത്, ആ റോളിൻ്റെ ഡ്യൂട്ടികൾ എന്താണെന്ന് വെച്ചാൽ അത് ഈശ്വരാർപ്പണമാക്കി ചെയ്തുകൊണ്ട് സ്വകർമ്മണ തമഭ്യർച്ച്യ, അവനവന്റെ കർമ്മത്താൽ ആ ഈശ്വരനെ ആരാധിച്ച് സിദ്ധിം വിന്ദതി മാനവ, ആ പരമസിദ്ധിയെ പ്രാപിക്കുന്നു. ഇതാണ് അപ്പോൾ ഈ ജഗത്തിന് വ്യാവഹാരിക സത്യത്വം അന്ധപരമ്പരയാ വന്നു ചേർന്നതാണ്. അതിന് പാരമാർത്ഥിക സത്യത്വം ഒട്ടും ഇല്ലതാനും. ഇതാണ് ഇനി നമ്മൾ വ്യവഹരിക്കുന്നത് കൽപ്പന കൊണ്ടാണെന്ന് ഇതിൽ സൂചിപ്പിച്ചു. വികൽപ്പ വ്യവഹൃതയെ വികൽപ്പ ഇഷിത. അപ്പോൾ വികൽപ്പങ്ങളെല്ലാം നമ്മുടെ മനസ്സിൻ്റെ ഓരോ കൽപ്പനകളാണ്, വിശേഷങ്ങൾ അല്ലെങ്കിൽ വിപരീതങ്ങളായ കൽപ്പനകളാണ്. ഇപ്പോൾ കള്ളനോട്ട് കൊണ്ട് നമ്മൾ ധാരാളമായിട്ട് വ്യവഹരിക്കാറുണ്ട്. നമുക്കറിയോ കള്ളനോട്ടാണെന്ന്? എത്രയോ അല്ലേ പാകിസ്ഥാനിൽ നിന്ന് അടിച്ച് ഇറക്കിയതായിട്ടുള്ള ഇന്ത്യൻ കറൻസി ധാരാളമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലുണ്ടായിരുന്നു. 2014 മുമ്പ് വരെ, അല്ലെങ്കിൽ 2016 നോട്ട് നിരോധനത്തിന് തൊട്ട് മുമ്പ് വരെ നമ്മുടെ ഭാരതം ഭരിച്ചിരുന്നതായിട്ടുള്ള ആളുകളുടെ അഴിമതി, അവരുടെ എന്താ പറയുക, ഈ രാജ്യത്തെ കുട്ടിക്കൊടുക്കുന്ന അവരുടെ ആ ഒരു, അവർക്ക് ലാഭം കോടിക്കണക്കിന് ഉണ്ടാവുമ്പോൾ അവരതിനെ അനുകൂലിച്ച് അവർക്ക് സ്വാർത്ഥമായിട്ട് കാശുണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ഭാരതത്തിൻ്റെ കറൻസി എവിടുന്നാണോ അതിനുള്ള പേപ്പർ വാങ്ങിക്കുന്നത്, അവിടുന്ന് തന്നെ പാകിസ്ഥാനികൾക്ക് പേപ്പർ അവൈലബിൾ ആക്കുന്ന, അതേ പേപ്പർ അവൈലബിൾ ആക്കുന്ന ഇടപാടുകളൊക്കെ ഒപ്പിച്ച് വെച്ച് ഇവിടെ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെ, അതേ പ്രസ്സിൽ തന്നെ, അല്ലെങ്കിൽ അതുപോലെയുള്ള സിസ്റ്റത്തിൽ തന്നെ അവിടെയും നോട്ട് പ്രിന്റ് ചെയ്യാൻ, പാകിസ്ഥാനിലും നോട്ട് പ്രിന്റ് ചെയ്യാനൊക്കെ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് കണ്ടെയ്നറിൽ നോട്ട് കെട്ടുകൾ 500-ന്റെയും 1000-ന്റെയും ഈ ഭാരതത്തിലേക്ക് പാകിസ്ഥാനിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരുന്നു. ദുബായ് വഴിക്കും മറ്റ് പല വഴിക്കും വന്നിരുന്നു. അതുകൊണ്ട് നമ്മൾ ധാരാളമായിട്ട് വ്യവഹാരം ചെയ്തിരുന്നു. എത്രയോ ഭൂമി നമ്മൾ വിറ്റു ആ കാശ് വാങ്ങിച്ചിട്ട്, എത്രയോ അതുകൊണ്ട് കൈകാര്യം ചെയ്തു. അതുകൊണ്ട് അതെല്ലാം സത്യമാണോ? കള്ളനോട്ട് നമ്മൾ വ്യവഹാരം ചെയ്തു, അതെല്ലായിടത്തും സ്വീകരിച്ചു എന്നുള്ളത് കൊണ്ട് അത് സത്യമാണോ? കാരണം സെയിം സാധനം തന്നെ ഇറക്കിയിരുന്നതേ, കണ്ടുപിടിക്കാൻ പറ്റില്ലായിരുന്നു. ബാങ്കുകാർക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല, അത്രയും ആ സിമിലാരിറ്റികൾ. പിന്നീട് നോട്ട് നിരോധിച്ചപ്പോഴാണ് എല്ലാം അണ്ടർഗ്രൗണ്ടിലേക്ക് പോയത്. അതുപോലത്തെ കണ്ടെയ്നറുകളിൽ കെട്ടി ഓരോരുത്തരുടെ കയ്യിലും കസ്റ്റഡിയിലുണ്ടായിരുന്നു. അതൊന്നും പുറത്തിറക്കാൻ പറ്റാതെയായി 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ. അതാണ് അവരെല്ലാം എന്താ പറയുക, വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. രാഷ്ട്രീയമായിട്ടുള്ള പല ബഹളങ്ങളും ആളുകളെ ഉപയോഗിച്ചുകൊണ്ട്, അല്ലേ,
സാധാരണക്കാരായിട്ടുള്ള ആളുകളൊന്നും കഷ്ടപ്പെട്ടിട്ടില്ല. എന്തെങ്കിലും നിസ്സാരമായിട്ടുള്ള കുറച്ച് നേരം കാത്തു നിൽക്കേണ്ടി വന്നിട്ടുണ്ടാവും. അത്രയേ ഉള്ളൂ ആ നോട്ട് നിരോധനം കൊണ്ട്. പക്ഷെ ആ നോട്ട് നിരോധനമാണ് നമ്മുടെ ഭാരതത്തെ സാമ്പത്തികമായി രക്ഷിച്ചത്. ഇപ്പോൾ ഭാരതം ലോകത്തിൻ്റെ മുമ്പിൽ തല ഉയർത്തി നിൽക്കുന്നത് അതിൻ്റെ സാമ്പത്തിക തലങ്ങളിൽ 3-ാം സ്ഥാനത്തും 4-ാം സ്ഥാനത്തും ഒക്കെ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ കടങ്ങളൊക്കെ വീട്ടി വളരെ അഭിമാനത്തോടു കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഈ കള്ളനോട്ടുകളെ ഉന്മൂലനം ചെയ്തതാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, കള്ളനോട്ട് കൊണ്ട് നമ്മൾ വ്യവഹാരമൊക്കെ ചെയ്യും അറിയാതെ. അതുകൊണ്ടത് സത്യമാവുമോ? അല്ലേ? അപ്പോൾ വ്യവഹാരത്തിന് സത്യത്വം ആവശ്യമൊന്നുമില്ല. സത്യമല്ലാത്തത് കൊണ്ടും നമുക്ക് വ്യവഹാരം ചെയ്യാം എന്ന് ഈ ലോകം തെളിയിക്കുന്നു. അതുപോലെ നമ്മുടെ അച്ഛനമ്മമാരോ മുത്തശ്ശന്മാരോ പൂർവീകരോ ഒക്കെ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഈ ജഗത്ത് ഒരിക്കലും സത്യമല്ല. അതുകൊണ്ട് നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാനുള്ളത്, ഭഗവാനെ ഈ ജഗത്തിലുള്ള സത്യത്വ ബുദ്ധിയെ നീക്കിത്തരണേ എന്നാണ്. ഈ ജഗത്തിലുള്ള സത്യത്വ ബുദ്ധി നിൽക്കുന്നിടത്തോളം കാലം സംസാരം തുടർന്നുകൊണ്ടിരിക്കും. നമുക്ക് മോചനമില്ല എന്ന് പറയാം. അപ്പോൾ മോചനം വേണോ? ഈ ജഗത്ത് മിഥ്യയാണ്, ഇത് അസ്തിത്വമില്ലാത്തതാണ്, തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. സത്യമായിട്ടുള്ളത് ഏകം വസ്തു, അത് ബ്രഹ്മം എന്ന് തിരിച്ചറിയണം. അപ്പോൾ ആ ബ്രഹ്മത്തിൻ്റെ വിവർത്തം മാത്രമാണ് കയറിൽ പാമ്പെന്ന പോലെ, അല്ലാതെ വിത്തിൽ നിന്ന് ചെടിയുണ്ടായ പോലെയല്ല, പാല് തൈരായി മാറിയതുപോലെയല്ല, അച്ഛനിൽ നിന്ന് മകനുണ്ടായതുപോലെയല്ല. പിന്നെയോ കയറ് കാണാത്തത് കൊണ്ട് പാമ്പ് കണ്ടതുപോലെ. അതുകൊണ്ട് ഈ ജഗത്തിനെ വേദാന്തം വിവർത്തം എന്നാ പറയാം. വിവർത്തം, അത് ആരംഭം അങ്ങനെ ക്രമത്തിൽ ആരംഭിച്ച് ഉണ്ടായതല്ല. അച്ഛനിൽ നിന്ന് മകനുണ്ടാകുന്നത് പോലെയോ ബീജത്തിൽ നിന്ന് വൃക്ഷമുണ്ടാകുന്നത് പോലെയോ ആരംഭിച്ച് പരമ്പരയാ ഉണ്ടായി വന്നതല്ല. അതുപോലെ പരിണമിച്ച് വന്നതല്ല, പാല് തൈരായതുപോലെയൊന്നും. പിന്നെയോ അത് വിവർത്തമാണ്. വിവർത്തം എന്നാൽ തെറ്റിദ്ധരിക്കപ്പെട്ടത്, വിപരീതമായി വർത്തിക്കുന്നത്, വിശേഷേണ വർത്തിക്കുന്നത് എന്നൊക്കെ അർത്ഥം പറയാവുന്നതാണ്. വിവർത്തം പലതായി കാണപ്പെടുന്നത്, ഏകമായ സത്തിനെ പലതായി കാണപ്പെടുന്ന വികലമായ ദൃഷ്ടിയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സത്യത്വം. ഇത് ഉറപ്പിക്കുക. അപ്പോൾ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ നമുക്ക്, ഒരു കാലത്തും ഈ ജഗത്ത് സത്യമാണേ എന്ന് തോന്നരുതേ. അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം. നയതിതമഗ്ര ആസന ഭവിഷ്യതോ നിധനാത് അനുമിതമന്തരാ ത്വയി വിഭാതി മൃഷൈകരസേ അത ഉപമീയത്തെ ദ്രവിണജാതി വികൽപപദൈഃ വിതധമനോ വിലാസം ഋതമിത്യവയന്ത്യബുധാഃ. നയതിതമഗ്ര ആസന ഭവിഷ്യതോ നിധനാത് അനുമിതമന്തരാ ത്വയി വിഭാതി മൃഷൈകരസേ അത ഉപമീയത്തെ ദ്രവിണജാതി വികൽപപദൈഃ വിതധമനോ വിലാസം ഋതമിത്യവയന്ത്യബുധാഃ. ന യത് ഇദം അഗ്രേ ആസ ന ഭവിഷ്യത് അതോ അത്. അപ്പം യത് ഇതം അഗ്രേ ആസ, ഇവിടെ യത് എന്ന് പറഞ്ഞാൽ യസ്മാത്, മുമ്പിലത്തെ
ശ്ലോകത്തോട് കണക്റ്റഡ് ആയിട്ടാണ് ഈ യത് എന്ന് പ്രയോഗിക്കുന്നത്. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ്. പൂർവ്വശ്ലോകത്തിൽ ഈ ജഗത്തിന് പാരമാർത്ഥിക സത്യത്വം ഇല്ല എന്ന് പറയുന്നതിൻ്റെ കൂടുതൽ വ്യാഖ്യാനം, കൂടുതൽ ന്യായീകരണങ്ങളാണ്. അതുകൊണ്ട് യത് എന്തെന്നാൽ ന ഇതം അഗ്രേ ആസ. ഇതം എന്ന് പറഞ്ഞാൽ ഇതം ജഗത്, ഈ ജഗത്ത് അഗ്രേ ന ആസ, മുമ്പേ ഉണ്ടായിരുന്നില്ല. മുമ്പ് ഈ ജഗത്ത് ഉണ്ടായിരുന്നില്ല. ജഗത്തില്ലാത്ത ഒരവസ്ഥ മുമ്പുണ്ടായിരുന്നു, അല്ലേ? ഒന്നുമില്ലാത്ത അവസ്ഥ, ശൂന്യാവസ്ഥ, പ്രളയാവസ്ഥ എന്നൊക്കെ പറയുന്ന ഭാവം. അപ്പോൾ ശരിയാണ്, ഈ ജഗത്ത് മുമ്പ് ഉണ്ടായിരുന്നില്ല, എല്ലാവരും സമ്മതിക്കുന്നതാണ്. ഏത് സത്യാന്വേഷികളും അത് സമ്മതിക്കും, ഏത് ശാസ്ത്രങ്ങളും അത് സമ്മതിക്കും. ഈ ജഗത്ത് മുമ്പേ ഉണ്ടായിരുന്നില്ല. ഇനി പറയുന്നു ന ഭവിഷ്യത് അതോ നിധനാത്. നിധനാത് അതഹ. നിധനം എന്ന് പറഞ്ഞാൽ നാശം, പ്രളയം എന്നർത്ഥമാണ് ഇവിടെ. അപ്പൊ പ്രളയത്തിന് ശേഷവും നിധനാത് അത് ന ഭവിഷ്യത്, ഇത് ഭവിക്കുകയും ഇല്ല. അപ്പൊ മുമ്പില്ലായിരുന്നു, പിന്നീട് ഇല്ലാതാവുകയും ചെയ്യും. അതഹ അന്തരാ ഏകരസേ ത്വയി മൃഷാവിവാദി. മുമ്പില്ലാത്തതും പിന്നീട് ഇല്ലാതാവുന്നതുമായിട്ടുള്ള ഈ ജഗത്ത് അന്തര എന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ, ഇടയിൽ, മധ്യകാലത്ത്, ഏകരസേ ത്വയി, ഏകസ്വരൂപനായ അങ്ങയിൽ, കേവലനായിരിക്കുന്ന അങ്ങയിൽ മൃഷാ വിഭാതി, മൃഷയായിട്ട്, മിഥ്യയായിട്ട്, വിഭാതി വിശേഷേണ ഭാസിക്കുന്നു, പ്രകാശിക്കുന്നു, കാണപ്പെടുന്നു. അപ്പം മുമ്പില്ല, പിന്നീട് ഇല്ലാതാവുന്നതാണ്, മധ്യേ ഇങ്ങനെ മൃഷയായിട്ട് അങ്ങയിൽ കാണപ്പെടുന്നതാണ്. ഏകരസേ ത്വയി മൃഷാവിഭാതി ഇതി അനുമിതം. അനുമിതം നിശ്ചിതം. ഇങ്ങനെ അനുമാനിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. അനുമാനിക്കുക എന്ന് പറഞ്ഞാൽ നന്നായി ചിന്തിച്ച് നിശ്ചയിക്കപ്പെട്ടതാണ്. അപ്പോൾ ഇതൊരു സത്യമാണ്. മുമ്പില്ലാത്തതാണ്, പിന്നീട് ഇല്ലാതാവുന്നതാണ്, മധ്യകാലത്ത് മാത്രം മൃഷയായി കാണപ്പെടുന്നതാണ് എന്ന് സത്യാന്വേഷികൾ, അറിവുള്ളവർ, സത്യസാക്ഷാത്കാരം നേടിയ ഋഷീശ്വരന്മാർ അത് വേണ്ട പോലെ നിശ്ചയിച്ചിരിക്കുന്നു, അനുമിതമായിരിക്കുന്നു എന്നർത്ഥം. അതഹ ദ്രവിണ ജാതി വികൽപ പദൈഹി ഉപമീയത്തെ. ഈ മധ്യകാലത്ത് മാത്രമാണ് അതിനെ ദ്രവിണങ്ങളുടെ ജാതിഭേദങ്ങൾ, വികൽപ പദൈഹി, അതിൻ്റെ പന്ഥാനങ്ങൾ അഥവാ സമ്പ്രദായങ്ങൾ കൊണ്ട് ഉപമീയത്തെ, ഉപമിക്കപ്പെടുന്നത്. പല പേരിൽ പലതായി അതിനെ പല ദ്രവ്യങ്ങളായി പല ജാതികളായൊക്കെ ഉപമീയത്തെ, ഉപമിക്കപ്പെടുന്നു, പറയപ്പെടുന്നു. വാസ്തവത്തിൽ എന്താണത്? വിതത മനോവിലാസം ഋതം ഇതിയേ അവയന്തി തേ അബുദാഹ. തേ അബുദാഹ, അവർ ബുദ്ധിയില്ലാത്തവരാണ്, മൂഢന്മാരാണ്. ആര്? വിതത മനോവിലാസം. ഇതെല്ലാം എന്താണ്? മനോവിലാസം. വിതതം എന്ന് പറഞ്ഞാൽ ന തതം, തഥാ ന, ഉള്ളതല്ല. തഥാ എന്ന് പറഞ്ഞാൽ ഉള്ളത്, അതുപോലെയുള്ളത്. ഫാക്റ്റിനെയാണ് തഥാ എന്ന് പറഞ്ഞത്. അതിന്റെ വിപരീതമാണ് ഫേക്ക്, അല്ലേ? ഇല്ലാത്തത്, അതാണ് വിതതം. ന തഥാ ഇതി വിതതം. അപ്പൊ വിതത മനോവിലാസം, ഇല്ലാത്തതിനെ സങ്കല്പിച്ചുണ്ടാക്കുന്ന മനസ്സിന്റെ വിലാസം മാത്രമാണ് ഈ ജഗത്ത്. അതിനെ ഋതം ഇതി, ഋതം എന്നാൽ സത്യം, ഇവിടെ സത്യത്തിന്റെ പര്യായമായിട്ട് ഋതം എന്ന് പ്രയോഗിച്ചിരിക്കുകയാണ്. അതിനെ പാരമാർത്ഥിക സത്യമെന്ന് അവയന്തി, ആര് അവഗണിക്കുന്നു, ആര് അറിയുന്നുവോ, ഇവിടെ അവയന്തി എന്ന് പറഞ്ഞാൽ പ്രാപിക്കുക എന്നാണ്, അറിയുക. അറിയുന്നുവോ തേ അബുദാഹ, അവര് ബുദ്ധിയില്ലാത്തവരാണ്, അവര് മൂഢന്മാരാണ് എന്നർത്ഥം. അപ്പോൾ പ്രപഞ്ചം
സത്യമാണെന്ന് കാണിക്കാൻ വാസ്തവത്തിൽ പ്രമാണമോ യുക്തിയോ ഇല്ല. മിഥ്യയെന്ന് കാണിക്കാൻ ധാരാളം പ്രമാണങ്ങളും യുക്തിയും ഉണ്ട്. വേദശാസ്ത്രങ്ങൾ എല്ലാം തന്നെ അതിന് പ്രമാണമാണ്. പ്രപഞ്ചം മിഥ്യയാണ് എന്നുള്ളതിന് അനേക വേദങ്ങൾ, ഉപനിഷത്തുക്കൾ, മന്ത്രങ്ങൾ പ്രമാണങ്ങളാണ്. യുക്തി കൊണ്ട് ചിന്തിക്കുമ്പോഴും നമുക്കത് ബോധ്യം വരുന്നുണ്ട്. അപ്പോൾ യുക്തിക്കും പ്രമാണത്തിനും മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിവില്ലാത്തതാണ് ഈ മിഥ്യയായ ജഗത്ത്. അറിവുള്ളവരുടെ മുമ്പിൽ അല്ലേ, ഗായത്രി മന്ത്രം അഭ്യസിക്കുന്നവരുടെ അടുത്തേക്ക് ഒരു കള്ളിയങ്കാട്ട് നീലിയും വരില്ല. അജ്ഞാനികൾക്കുള്ളതാണ് ഈ നീലികളൊക്കെ അല്ലേ. യക്ഷികളും ഭൂതപ്രേത പിശാചുക്കളും ഒക്കെ ആർക്കുള്ളതാണ്? അറിവില്ലാത്ത അജ്ഞാനികൾക്കുള്ളതാണ്, മൂഢന്മാർക്കുള്ളതാണ്. അറിവുള്ളവർക്ക്, വേദജ്ഞന്മാരായിട്ടുള്ള തത്വജ്ഞന്മാരായിട്ടുള്ള ആളുകൾക്ക് അവർ ഏത് ചുടുകാട്ടിലും പോയി കിടക്കും, നാറാണത്ത് ഭ്രാന്തനെ പോലെ അല്ലേ. അവർക്ക് ആദിദൈവീകങ്ങളായ ഇങ്ങനെയുള്ള സങ്കല്പങ്ങളിൽ നിന്നൊന്നും, മിഥ്യാസങ്കല്പങ്ങളിൽ നിന്നൊന്നും യാതൊരു തരത്തിലുള്ള ഭ്രമവുമില്ല, ഭയവുമില്ല. അജ്ഞാനമുണ്ടെങ്കിലേ ഭയമുള്ളൂ. നാറാണത്ത് ഭ്രാന്തൻ ചുടല കാട്ടിൽ കിടക്കുന്ന സമയത്ത് ആ ഭദ്രകാളി തന്നെ വന്ന് കണ്ണുരുട്ടിയിട്ടും അല്ലേ വേഷം കെട്ടിയിട്ടും ഒക്കെ പേടിപ്പിക്കാൻ നോക്കിയിട്ടും ചുടല ഭദ്രകാളി അവിടുന്ന് പോകാൻ കൂട്ടാക്കിയില്ല. തൻ്റെ ഭൂതഗണങ്ങളോടുകൂടി, കൂളികളോടുകൂടി കളിക്കാനുള്ള സ്ഥലമാണിത്, മാറിത്തരൂ എന്ന് പറഞ്ഞിട്ടും ഞാനാണ് ഇവിടെ ആദ്യം വന്നത്, ഞാൻ എൻ്റെ രാത്രി ഇന്നിവിടെ കഴിച്ചു കൂട്ടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്, നാളെ രാവിലെ ഞാൻ പോകുള്ളൂ എന്ന് സധൈര്യം പറയുകയും അങ്ങനെ ആ ഭദ്രകാളി തോറ്റ്, ചുടല ഭദ്രകാളി തോറ്റ് എന്ത് വരം വേണം അങ്ങേക്കെന്ന് ചോദിച്ചപ്പോൾ ഒന്ന് പോയി തന്നാൽ മതി, അല്ല എന്തെങ്കിലും ഒന്ന് നിർബന്ധമായിട്ട് ചോദിച്ചപ്പോൾ ഇടതുകാലിലെ മന്തിനെ വലതുകാലിലേക്ക് ആക്കിത്തരൂ എന്ന് ലാഘവത്തോടെ പറഞ്ഞ ആ നാറാണത്ത് ഭ്രാന്തനോ യഥാർത്ഥ ഭ്രാന്തൻ, അതോ ആ ഭ്രാന്തനെ ഭ്രാന്തനെന്ന് വിളിക്കുന്ന, ഭ്രാന്തില്ല എന്ന് കരുതുന്ന നമ്മളോ ഭ്രാന്തർ എന്ന് ചിന്തിക്കുക. നമ്മൾ ജ്ഞാനികളെയൊക്കെ ഭ്രാന്തന്മാരെന്ന് വിളിച്ചു അല്ലേ. ശ്രീശുഖ ബ്രഹ്മർഷിയെയും അങ്ങനെ കരുതിയിട്ടുണ്ട്. നമ്മൾ എത്രയോ കഥകൾ ഇതിൽ കണ്ടു. ഋഷഭദേവനെയും ജഡഭരതനെയും ഒക്കെ ഭ്രാന്തന്മാരെന്ന് കൽപ്പിച്ചവരുണ്ട്. അതുപോലെ ജ്ഞാനികൾ സത്യം തുറന്നു പറയുന്നവരെയൊക്കെ ഭ്രാന്തന്മാരെന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മുമ്പില്ലാത്തത് പിന്നീട് ഇല്ലാതാവുന്നതും ഇടക്കാലത്ത് മാത്രം മിന്നി മറയുന്നതുമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ്, മൃഷയാണ് ഈ ജഗത്ത്. ഏകരസനായ അങ്ങയിൽ പ്രതിപാദിക്കുന്നു. ത്വയി ഏകരസേ മൃഷാവിഭാതി. ദ്രവിണജാതി വികൽപ്പ പദൈഹി, പല ദ്രവ്യങ്ങളുടെ പേര് പറഞ്ഞ്, പ്രകൃതി എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ അല്ലെ മഹത്തത്വം, അഹങ്കാരതത്വം, അതിൽ നിന്ന് പഞ്ചഭൂതങ്ങൾ, പഞ്ചതന്മാത്രകൾ, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ, പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ, അനേക ദേവതമാർ എന്നൊക്കെ പറഞ്ഞ് 24 തത്വങ്ങളായി വിഭജിക്കുന്നതേ ആദ്യത്തെ ബ്രഹ്മം. അത് ആദ്യത്തെ ബ്രഹ്മമാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കോമ്പിനേഷനായിട്ടുണ്ടാകുന്ന വിവിധങ്ങളായ ദ്രവ്യങ്ങൾ അല്ലേ, വിവിധ ധാതുക്കൾ, എന്തൊക്കെയോ പേര് പറഞ്ഞ് വിളിക്കുന്നു. നമ്മൾ കഴിച്ച അന്നം തന്നെയാണ് നമ്മുടെ ശരീരത്തിലെ വിവിധ ധാതുക്കളായി വിവിധ അവയവങ്ങളെ പോഷിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്തെല്ലാമായിട്ട് എലമെൻസായിട്ടത് മാറുന്നു നമ്മൾ കഴിച്ച ഭക്ഷണം അല്ലേ. കഴിച്ചത് ഏകരസം, ആ ഏകരസമായ ഭക്ഷണത്തെ എന്തൊക്കെയായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ പല പേരിൽ വിളിക്കപ്പെടുന്നു എന്നർത്ഥം.
അപ്പോൾ വാസ്തവത്തിൽ ആ സത്ത് മാത്രമേ മുമ്പേ ഉണ്ടായിരുന്നുള്ളൂ, ആ സത്ത് മാത്രമേ അവസാനവും ശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഈ കാണുന്നത് നാനാത്വം മിഥ്യയാണ്. ഈ മിഥ്യയായി കാണുന്ന നാനാത്വത്തിൻ്റെ സത്തയായ ആധാരമായ ആ വസ്തുവിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കലാണ് നമ്മുടെ ദൗത്യം. സത്യം പരം ധീമഹി. അപ്പോൾ അതിനുള്ള യുക്തിയാണ് ആദൗ അന്തേച്ച എന്നാസ്തി വർത്തമാനേബി തത്തഥാ എന്ന് പറയും. ശങ്കരാചാര്യരുടെ ഗുരുവായ ഗോവിന്ദ ഭഗവത്പാദരുടെയും ഗുരു ഗൗഡപാദ ആചാര്യർ എന്ന് പറയും. അദ്ദേഹം മാണ്ഡൂക്യ ഉപനിഷത്തിന് കാരിക എന്ന് പറഞ്ഞിട്ട് മാണ്ഡൂക്യ കാരിക വ്യാഖ്യാനം രചിച്ചിട്ടുണ്ട്. മാണ്ഡൂക്യ കാരിക 12 മന്ത്രങ്ങൾ മാത്രമുള്ള ഉപനിഷത്താണ് മാണ്ഡൂക്യ ഉപനിഷത്ത്. അതിനെ 200 ചില്ലാനം കാരികകളെ കൊണ്ട് വിസ്തരിച്ചിട്ടുണ്ട്. അതാണ് മാണ്ഡൂക്യ കാരിക. അപ്പോൾ അതിൽ വളരെ ഡ്രൈ ആയിട്ട് കാര്യം പറയുന്നതാണ്, വെള്ളം ചേർക്കാതെ സത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുന്ന പാരമാർത്ഥിക തലത്തിൽ നിന്നുള്ള സത്യ വ്യാഖ്യാനമാണ് മാണ്ഡൂക്യ കാരിക. അപ്പം അതിൽ അദ്ദേഹം ഒരു ഭാഗത്ത് പറയുന്നതാണ് ആദൗ അന്തേച്ച എന്നാസ്തി വർത്തമാനേബി തത്തഥാ. ആദിയിലും അന്തത്തിലും യത് നാസ്തി, ഏതൊന്ന് ഇല്ലയോ, വർത്തമാനേ അഭി തത് തഥാ, ഈ വർത്തമാനത്തിലും അത് അങ്ങനെ തന്നെ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതാകുന്നു. ആദിയിലില്ലാത്തതും അന്തത്തിലില്ലാത്തതും മധ്യത്തിലും ഇല്ലാത്തതാകുന്നു. പിന്നെ എന്താ ഇപ്പം ഈ മധ്യത്തിൽ കാണുന്നത്? മധ്യത്തിൽ കാണുന്നത് മുമ്പുണ്ടായിരുന്ന വസ്തു തന്നെയാണ്. അതിന് നിങ്ങൾ പല പേരുകൾ കൽപ്പിച്ചു. ഏകമായ സ്വർണത്തിന് വളയെന്നും കമ്മലെന്നും മാലയെന്നും നെക്ലേസ് എന്നും പാദസരമെന്നും കിരീടമെന്നും ജിമിക്കി എന്നും കമ്മലെന്നും ഒക്കെ പല പേരുകൾ നിങ്ങൾ കൽപ്പിക്കുന്നു. ആ സ്വർണം അതിന് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. അവിടെ സ്വർണം മാത്രമേ ഉള്ളൂ. അതുപോലെ ആദിയിലുണ്ടായിരുന്ന മണ്ണ് അനേക ഘടാകാരങ്ങളായി, പാത്രങ്ങളുടെ ആകാരങ്ങളായി വിവിധ ആകൃതിയെ സ്വീകരിക്കുന്നു. വാസ്തവത്തിൽ ഏതാകൃതിയിലിരുന്നാലും അവിടെ എന്താണ് ഉള്ളത്? ആകൃതിയിലുള്ള പേരുകൾ നമ്മൾ വ്യവഹരിക്കാൻ കൊടുത്ത പേരുകൾ മാത്രമാണ്. വാചാലംബനം വികാരോ നാമധേയ മൃത്തികേത്യേവ സത്യം. മൃത്തിക ഇതിയേവ സത്യം. മണ്ണ് എന്നത് മാത്രമാണ് സത്യം. ബാക്കി വികാര വാചാലംബനം നാമധേയ. കാണുന്ന വികാരങ്ങൾ നമുക്ക് വാക്കിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ്, പേരുകൾ കൽപ്പിക്കുന്നതാണ്. വ്യവഹാര സൗകര്യത്തിന് വേണ്ടിയിട്ട് മണ്ണിന് പല പേരുകൾ കൽപ്പിക്കുന്നു. അല്ലെങ്കിൽ ആ മണ്ണെടുക്ക് ഇങ്ങോട്ട് എന്ന് പറയേണ്ടി വരും. ഏത് പർട്ടിക്കുലർ പാത്രമാണ് എടുക്കേണ്ടത് എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. തൊട്ട് കാണിക്കേണ്ടി വരും. ഓരോന്നിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകേണ്ടി വരും. നമ്മൾ തന്നെ നേരിട്ട് എടുക്കേണ്ടി വരും. വേറൊരാൾക്ക് ആ ദൗത്യം ഏൽപ്പിക്കാൻ പറ്റാതെ വരും അല്ലേ? ഭാഷയില്ലെങ്കിൽ, വാക്കുകളില്ലെങ്കിൽ നമ്മൾ തന്നെ എല്ലാം നേരിട്ട് ചെയ്യേണ്ടി വരും. പണ്ടത്തെ പഴഞ്ചൊല്ല് പറയും, ആളേറെ ചെല്ലുന്നതിനേക്കാൾ താൻ നേരെ ചെല്ലുക എന്ന്. ചില കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മൾ എത്ര ആളുകളോട് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കാതെ കുളമാക്കിയിട്ട് വരും കുറേ ആൾക്കാർ. കാരണം നമ്മൾ പറഞ്ഞതൊന്നും മനസ്സിലായിട്ടില്ല അവർക്ക്. അപ്പോൾ ഭാഷ ഉണ്ടായിട്ട് തന്നെ കഷ്ടമാണ്. ഓരോന്നിനും വ്യത്യസ്തമായിട്ടുള്ള നാമധേയങ്ങളും കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ പോലും ആളുകൾക്ക് അത് വേണ്ട പോലെ ഗ്രഹിക്കാനുള്ള ബുദ്ധിയില്ലാത്ത മന്ദബുദ്ധികൾ ഇഷ്ടം പോലെയുണ്ട്. നമ്മൾ പറഞ്ഞ കാര്യം
മനസ്സിലാക്കാതെ വിപരീതമായി ഓരോന്ന് ചെയ്തിട്ട് വരുന്നവർ. അപ്പോൾ അവരെ പറഞ്ഞയക്കുന്നതിനേക്കാൾ നമ്മൾ നേരെ പോയി ചെയ്യുന്നതാണ് നല്ലത് എന്ന് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് അധികം സമയം കളയാതെ വേഗം നമ്മൾ തന്നെ പോകും പല കാര്യങ്ങൾക്ക്. അവിടെ ഭാഷ കൊണ്ട് പ്രയോജനമില്ല. ആളേറെ ചെല്ലുന്നതിനേക്കാൾ താൻ നേരെ ചെല്ലുക. ഭാഷയുടെ നിസ്സഹായതയാണ് അവിടെ. നമ്മൾ തന്നെ ചെല്ലേണ്ടി വരും. അതുപോലെ അപ്പോൾ ഈ ഭാഷ എന്നുള്ളത്, വാക്കുകൾ എന്നുള്ളത്, ഓരോന്നിനും നാമധേയങ്ങൾ എന്നുള്ളത് ഒരു വസ്തുവിൻ്റെ വികാരത്തിന് നമ്മൾ കൊടുക്കുന്ന വാക്കിന് ആലംബനമായിട്ടുള്ള ഒരു പേര്. വാചാലംബനം വികാരോ നാമധേയ മൃത്തികേത്യവ സത്യം എന്ന് ബൃഹദാരണ്യകോപനിഷത്തിൽ പറയും. ചാന്തോക്യോപനിഷത്തിൽ പറയും. ചാന്തോക്യല്ല, ബൃഹദാരണ്യകോപനിഷത്തിൽ വരുന്നു. യാജ്ഞവൽക്യ മഹർഷിയുടെ വാക്കുകളാണ്. അപ്പോൾ കാണുന്ന വികല്പങ്ങൾ, നാമരൂപങ്ങൾ എല്ലാം തന്നെ കൽപ്പിതമാണ് എന്ന് പറയാം. അതാണ് ദ്രവിണജാതി വികൽപ്പ പദൈഹി ഉപമീയത്തെ. ദ്രവിണങ്ങളുടെ ജാതി വികല്പങ്ങളുടെ സമ്പ്രദായങ്ങൾ കൊണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ് ഈ വാക്കുകളെല്ലാം. ആ വാക്കുകളെയൊക്കെ നീക്കി ഉള്ള സത്യത്തെ അന്വേഷിക്കണം. അപ്പോൾ സത്യം കണ്ടെത്താം. സത്യം പരം ധീമഹി. എത്ര ത്രിസർഗോ മൃഷാ, എത്ര ത്രിസർഗോ മൃഷാ. എവിടെ ഈ പ്രപഞ്ചം ഏതൊരു സത്യത്തിൽ മൃഷയായിട്ട് കാണപ്പെടുന്നു, ആ ഒരു ആശയം തന്നെയാണ് ഇവിടെ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ പ്രപഞ്ചം സത്യമാണെന്ന് സ്ഥാപിക്കാനായിട്ട് പ്രമാണങ്ങളോ യുക്തിയോ പോരാ. പ്രമാണങ്ങളില്ല, യുക്തിയും പോരാ. യുക്തി കൊണ്ട് ചിന്തിച്ചാൽ ആദൗ വന്ദേ ചെയ്യുന്നാസ്തി വർത്തമാനേവി തത്തത. പ്രമാണം പറയുന്നത്, വേദം പറയുന്നത് സദേവ സൗമ്യ ഇദമഗ്ര ആസീത് ഏകമേവ അദ്വിതീയം ബ്രഹ്മ. ആ സത്തായ ബ്രഹ്മം തന്നെയാണ് എല്ലാമായിരിക്കുന്നത്. സർവം കൽവിതം ബ്രഹ്മ എന്ന് ഉപനിഷത്തുക്കൾ ഉറപ്പിച്ച് പറഞ്ഞു തരുന്നു. അപ്പോൾ അതൊക്കെ പ്രമാണങ്ങളാണ്. അപ്പോൾ നയതിദമഗ്ര ആസ ന ഭവിഷ്യതോ നിധനാത് അനുമിതമന്തരാത്വയി വിഭാതി മൃഷൈകരസേ അത ഉപമീയത്തെ ദ്രവിണജാതി വികൽപ്പപദൈഃ വിതത മനോവിലാസം ഹൃദമിത്യവയന്ത്യബുധാഃ. അവിടെ വിതത മനോവിലാസമാണ് ഈ ജഗത്ത്. ഉള്ളതല്ല, നതതം, ഉള്ളതുള്ളതുപോലെ കാണലല്ല നമ്മുടെ മനസ്സ് ചെയ്യുന്നത്. നമ്മുടെ മനസ്സിന്റെ സംസ്കാരമനുസരിച്ച്, അതിൻ്റെ വിംസ് ആൻഡ് ഫാൻസീസ് അനുസരിച്ച് അത് ഈ ലോകത്തെ വ്യാഖ്യാനിക്കുന്നു. ആസ് ദ മൈൻഡ് സോ ദ വേൾഡ്, യഥാ ദൃഷ്ടി തഥാ സൃഷ്ടി. നിങ്ങളുടെ പൂർവികർ നിങ്ങൾക്ക് ഈ ജഗത്തിന് എന്തെല്ലാം പേരുകൾ കൽപ്പിച്ചു തന്നിട്ടുണ്ടോ, എന്തെല്ലാം അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ, ആ അറിവുകളാണ് നമ്മളെ കണ്ടീഷൻ ചെയ്തിരിക്കുന്നത്. ആ കണ്ടീഷൻഡ് ആയിട്ടുള്ള വിഷൻ ആണ് ഈ ജഗത്തിൻ്റെ നാനാത്വത്തെ നമ്മൾ സത്യമെന്ന് കരുതാൻ കാരണം. നമ്മുടെ ബുദ്ധി കണ്ടീഷൻഡാണ്, നമ്മുടെ ദർശനം വികലമായിരിക്കുന്നതാണ്. അത് ശരിയാക്കി തരുന്നത് അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഈ തിമിരത്തെ നീക്കിത്തരുന്നത് ആധ്യാത്മിക ഗുരുക്കന്മാരാണ്. ഉപനിഷത്ത് മന്ത്രങ്ങളെ ഉപദേശിച്ചു തരുന്ന, തത്വമസ്യാദി മഹാവാക്യങ്ങളെ ഉപദേശിച്ചു തരുന്ന ഗുരുക്കന്മാരാണ് ഈ അജ്ഞാനത്തെ നീക്കി സത്യത്തെ ദർശിപ്പിക്കുന്നവർ.
അപ്പോൾ ഈ ജഗത്ത് മൃഷയാണ്, അഥവാ മിഥ്യയാണ്. ആത്മാവിൽ ആരോപിതമാണ്. വ്യവഹാരം എന്നുള്ളത് മനോവിലാസമാണ്, മനസ്സിൻ്റെ കൽപ്പനയാണ് എന്ന് ഉറപ്പിക്കുക. സയദജയാത്വജാം അനുശയീത ഗുണാംശ്ച ജുഷൻ ഭജതി സ്വരൂപതാം തദനു മൃത്യുമപേദഭഗഃ ത്വമുത ജഹാസിതാം അഹിരിവത്വജമത്തഭഗോ മഹസി മഹീയസേഷ്ടഗുണിതേ പരിമേയ ഭഗഃ സ യദജയാ ത്വജാം അനുശയീത ഗുണാംശ്ച ജുഷൻ ഭജതി സ്വരൂപതാം തദനു മൃത്യുമപേദഭഗഃ ത്വമുത ജഹാസി താം അഹിരിവ ത്വജമത്തഭഗോ മഹസി മഹീയസേഷ്ടഗുണിതേ പരിമേയ ഭഗഃ. അപ്പോ എങ്ങനെയാണ് ഏകനായ ചൈതന്യസ്വരൂപനായ സർവജ്ഞനായ ആ ഈശ്വരൻ മാത്രമുള്ളപ്പോൾ ജീവൻ എവിടുന്ന് വന്നു? എന്താണ് ജീവത്വത്തിന് കാരണം? അതാണ് ശങ്ക. ജീവത്വം, ഈശ്വരന് ജീവത്വം എങ്ങനെ വന്നു ചേർന്നു? ഈശ്വരന് ജീവത്വം വന്നു ചേർന്നത് വിസ്മൃതി കൊണ്ട് എന്നാണ്. അപ്പൊ ഈശ്വരനും വിസ്മൃതി സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ, ഈശ്വരന്റെ തന്നെ ശക്തിയായ മായ, ആ മായയോട് ചേരുമ്പോഴാണ് മത്തസ്മൃതിജ്ഞാനം അപോഹനം ച, ആ മായ കൊണ്ട് സ്മൃതി, ജ്ഞാനം, അപോഹനം, ഇങ്ങനെ ഓർമ്മയും അറിവും മറവിയും എല്ലാം അതിൻ്റെ ഭാവങ്ങളാണ്, അതിൽ അന്തർഭവിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ആ മായയുമായിട്ടുള്ള ചേർച്ച തൻ്റെ സ്വരൂപത്തെ വിസ്മരിക്കുന്നു. ആ സ്വരൂപത്തെ വിസ്മരിക്കുന്നതോടു കൂടിയിട്ടാണ് ജീവന് ജീവത്വം. എപ്പോൾ ആ ജീവൻ തൻ്റെ സ്വരൂപത്തിലേക്ക് തിരിയുന്നുവോ അതോടുകൂടി ആ ജീവത്വം ഇല്ലാതാവുകയും ചെയ്യും. മുണ്ടകോപനിഷത്തിലെ ആ ഒരു 2 പക്ഷികളുടെ ദൃഷ്ടാന്തം ദ്വാസുപർണാ സയുജാ സഖായൗ സമാനം വൃക്ഷം പരിഷസ്വജാതേ തയോരന്യഃ പിപ്പലം സ്വാദ്വത്തി അനസ്നന്നന്യോ അഭിചാകശീരി. ഒരു ഉപമയിലൂടെ മുണ്ടകോപനിഷത്ത് ഈശ്വര ജീവ ഭേദം എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്നു. ദ്വാസുപർണൗ സയുജൗ സഖായൗ സമാനം വൃക്ഷം പരിഷസ്വജാതേ. സമാനം വൃക്ഷം എന്ന് പറഞ്ഞാൽ ഏകവൃക്ഷത്തിൽ, ഒരേ വൃക്ഷത്തിൽ, പരിഷസ്വജാതേ ചേർന്നിരിക്കുന്നു. ഒറ്റ വൃക്ഷത്തിലാണ് ഇരിക്കുന്നത്. ദ്വാസുപർണൗ 2 പക്ഷികൾ. സുപർണങ്ങളെന്നാൽ നല്ല ചിറകുള്ള സുന്ദരികളായ 2 പക്ഷികൾ. ദ്വാസുപർണൗ സയുജൗ, വാസ്തവത്തിൽ അവർ തമ്മിൽ നല്ല ചേർച്ചയുള്ളവരാണ്. സഖായൗ, നല്ല സഖാക്കളാണ്, കൂട്ടുകാരാണ്. ഒരേ വൃക്ഷത്തിലാണ് അവർ താമസിക്കുന്നത്. അതിൽ തയോർ അന്യഃ പിപ്പലം സ്വാദ്വത്തി. തയോഹോ മധ്യേ അന്യഃ ഏകഃ. ഈ 2 പക്ഷികളിൽ ഒരു പക്ഷി സ്വാദുപിപ്പലം അത്തി. ഈ വൃക്ഷം പിപ്പല വൃക്ഷമാണ്. അപ്പോൾ ആ പിപ്പല വൃക്ഷത്തിലെ പഴങ്ങളെ, ഫലങ്ങളെ, അതിൻ്റെ സ്വാദുകൾ ആസ്വദിച്ചുകൊണ്ട് ഭുജിക്കുന്നു അത്തി.
അപ്പോൾ ശാഖകളിൽ നിന്ന് ശാഖകളിലേക്ക് പറന്ന് ഓരോ ശാഖയിലുമുള്ളതായിട്ടുള്ള ആ വൃക്ഷത്തിലുള്ള കായ്കളെ പഴങ്ങളെ കൊത്തി 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 തിന്നുന്നു. അപ്പോൾ അതിൽ മധുരമുള്ളത് കിട്ടുമ്പോൾ അതിന് സന്തോഷം, ചവർപ്പുള്ളത് കിട്ടുമ്പോൾ അതിന് ദുഃഖം, പുളിയുള്ളത് കിട്ടുമ്പോൾ അതിന് അസ്വസ്ഥത. ഇങ്ങനെ പലതരത്തിലുള്ള പഴങ്ങളെ അത് മാറി 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 കൊത്തിക്കൊണ്ട് പറന്നു നടക്കുന്നു ഒരു പക്ഷി. അനസ്നൻ അന്യോ അഭിജാകശീതി അന്യഃ സുപർണഃ. മറ്റേ പക്ഷിയാകട്ടെ അനസ്നന് നശിക്കാതെ ഭക്ഷിക്കാതെ ഇതിനെ നോക്കിക്കൊണ്ട് സാക്ഷിയായിട്ടിരിക്കുന്നു, ഒരു കുലുക്കവുമില്ലാതെ സുഖമായിരിക്കുന്നു. ഇതാണ് ജീവനും ഈശ്വരനും തമ്മിലുള്ളതായിട്ടുള്ള ഭേദം. ഈ ലോകത്ത് തന്നെയാണ് ഈശ്വരനും ജീവനും. ഈശ്വരൻ മായയ്ക്ക് അതീതൻ, മായയാൽ ഭ്രമിക്കാത്തവൻ. ജീവനാകട്ടെ മായയിൽ ഭ്രമിച്ച് മായയാകുന്ന പിപ്പലം ഭക്ഷിച്ചുകൊണ്ട്, അല്ലേ, ഈ ജഗത്താകുന്ന വൃക്ഷത്തിലെ മായയാൽ നിർമ്മിതമായ അനേക ഫലങ്ങളെ മാറി 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 കർമ്മഫലങ്ങളെ ഭുജിച്ചുകൊണ്ട് സുഖവും ദുഃഖവും അനുഭവിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് സംസാരിയായി കഴിയുന്നു. ഇതിനെല്ലാം സാക്ഷിയായി ഈശ്വരൻ കർത്തൃത്വ ഭോക്തൃത്വങ്ങൾക്ക് അതീതനായി കർമ്മവുമില്ല ഫലവുമില്ലാതെ എല്ലാറ്റിനും അതീതനായിരിക്കുന്നു, സാക്ഷിയായി ശാന്തനായിരിക്കുന്നു. ഒരേ സ്ഥാനം തന്നെയാണ്, ഒരേ വൃക്ഷത്തിലാണ് രണ്ടുപേരുടെയും വാസം. എന്ന് വെച്ചാൽ ശരീരമാകുന്ന വൃക്ഷം അല്ലെങ്കിൽ ജഗത്താകുന്ന വൃക്ഷം. നമ്മുടെ ശരീരമാകുന്ന വൃക്ഷത്തിൽ ജീവാത്മാ പരമാത്മാ എന്ന രണ്ട് പക്ഷികൾ, പ്രപഞ്ചമാകുന്ന വൃക്ഷത്തിൽ ജീവൻ ഈശ്വരൻ എന്ന രണ്ട് പക്ഷികൾ. അപ്പോൾ ഒരു പക്ഷി പരമസ്വതന്ത്രനാണ്, ഒരു ദുഃഖവുമില്ലാതെ യാതൊരു സംസാര ബന്ധവുമില്ലാതെ ശാന്തനായി ആനന്ദമായിരിക്കുന്നു. മറ്റൊരു പക്ഷി സംസാരിയായി ഓരോ വൃക്ഷങ്ങളിൽ നിന്ന് വൃക്ഷത്തിലേക്ക് അല്ലെങ്കിൽ കൊമ്പിൽ നിന്ന് കൊമ്പിലേക്ക് ശാഖകളിലേക്ക് പറന്ന് 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 ഇത് സുഖമുണ്ടാവും അത് സുഖമുണ്ടാവും എന്ന് പറഞ്ഞ് പരിഭ്രമിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ വ്യത്യാസമാണ് ജീവനും ഈശ്വരനും തമ്മിൽ. ഒരു പക്ഷിക്ക് മറ്റേ പക്ഷിയെ പോലെ ഇരിക്കാൻ പറ്റാത്തത് അതിൻ്റെ അനാദിയായ അവിദ്യ കൊണ്ടുണ്ടായ വിസ്മൃതി കൊണ്ടാണ്. അപ്പോൾ ജീവൻ അങ്ങനെ ബദ്ധനായിരിക്കുന്നു, ഈശ്വരൻ മുക്തനായിരിക്കുന്നു, ഈശ്വരൻ നിത്യമുക്തനായിരിക്കുന്നു. അതാണ് ഈ ശ്ലോകത്തിൻ്റെ ആശയം. സയത് അജയാതു അജാം അനുസയീത ഗുണാംശ്ച ജുഷന് ഭജതി സ്വരൂപതാം തദനു മൃത്യുമപേത ഭഗഃ ത്വമുത ജഹാസിതാം അഹിരിവത്വചമാത്തഭഗോ മഹസി മഹീയശ്രേഷ്ഠ ഗുണിതേ പരിമേയ ഭഗഃ. സഹതു എന്ന് പറഞ്ഞാൽ ഏകനായ ആ ഈശ്വരൻ തന്നെ, ആ ചൈതന്യം തന്നെ യാതൊന്ന് ഹേതുവായിട്ട് അജാം അനുശയീത, അജയാ അജ്ഞാനമാകുന്ന മായ കൊണ്ട്, അജാം അവിദ്യയായ ദേഹാദികളെ അനുശയീത ആലിംഗനം ചെയ്യുന്നു, ചേർന്ന് കിടക്കുന്നു. അപ്പൊ അജ്ഞാനം കൊണ്ട് മായയെ ആലിംഗനം ചെയ്യുന്നു. തതഃ ഗുണാൻ തദനു സ്വരൂപതാം ച ജുഷന്. അപ്പോൾ അത് കാരണമായിട്ട് ഈ ദേഹാദികളെ മായയെ വിവാഹം ചെയ്തതുകൊണ്ട്, മായയുമായി ചേർന്നതുകൊണ്ട് ഗുണങ്ങളെ എന്ന് പറഞ്ഞാൽ വിഷയങ്ങളെ, തദനു സ്വരൂപതാം ച സമാനമായിട്ടുള്ള അതിൻ്റെ ഫലങ്ങളെയും അവസ്ഥകളെയും ജുഷന് സേവിക്കുന്നവനായിട്ട്, അപേത ഭഗഃ ഭഗം പോയവനായിട്ട്. ഭഗമുള്ളവനാണ് ഭഗവാൻ, അല്ലേ? ഭഗവാനായിരുന്നവന്റെ കയ്യിലെ ഭഗം പോയി. ധനവാനായിരുന്ന ഒരാളുടെ ധനമെല്ലാം പോയാൽ അയാളെ അപേത ധനഃ എന്ന് പറയാം. അപേത ധനഃ, ധനം പോയവൻ. ധനം പോയാൽ എന്താവും? ദരിദ്രനാവും. അതുപോലെ അപേത ഭഗഃ, എല്ലാ ഭഗങ്ങളും നഷ്ടപ്പെട്ടവൻ. ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ
ജ്ഞാനം, വൈരാഗ്യം എന്നിങ്ങനെയുള്ള ഭഗവാന്റെ ഗുണങ്ങൾ നഷ്ടപ്പെട്ടവനായി അഭേദഭകനായിട്ട് മൃത്യും ഭജതി. ഇവിടെ മൃത്യും എന്ന് പറഞ്ഞാൽ സംസാരം. ഭജതി സേവതേ, സംസാരത്തെ സേവിക്കുന്നു. അപ്പോൾ ആനന്ദരഹിതനായി ഐശ്വര്യം നഷ്ടപ്പെട്ടവനായി ജീവഭാവത്തെ പ്രാപിച്ച് സംസാരത്തെ പ്രാപിക്കുന്നു. അപ്പൊ എന്തുകൊണ്ടാണ്? അജയാ അജാം അനുസയീത. അവിദ്യ കൊണ്ട് അല്ലെങ്കിൽ മായ കൊണ്ട്, മായയുടെ തന്നെ സൃഷ്ടിയായ ശരീരാദികളിൽ ജഗത്തിൽ എല്ലാം സത്യത്വ ബുദ്ധിയോടുകൂടി അതുമായി താതാത്മ്യം പ്രാപിച്ച് കർമ്മങ്ങൾ ചെയ്ത് കർമ്മഫലങ്ങൾ അനുഭവിച്ചുകൊണ്ട് തൻ്റെ ഐശ്വര്യം നഷ്ടപ്പെട്ടവനായി സംസാരത്തെ പ്രാപിക്കുന്നു. അത് ജീവന്റെ അവസ്ഥ. അത് കഴിഞ്ഞ് പറയണം ആത്തഭഗഃ ത്വം ഉത, ആത്തഭകനായ അങ്ങാകട്ടെ. ആത്തഭകൻ എന്ന് പറഞ്ഞാൽ ആപ്തഭകൻ തന്നെ, പ്രാപ്തഭകൻ, ഭഗങ്ങളെ പ്രാപിച്ചവൻ ഭഗവാൻ. അപ്പൊ ഭഗവാനായ അങ്ങാകട്ടെ. അങ്ങയുടെ എന്താ വ്യത്യാസം? ത്വമുത അങ്ങാകട്ടെ അഹിഹി ത്വജം ഇവ താം ജഹാസി. അഹിഹി, അഹി പാമ്പ്, ത്വചം ത്വക്കിനെ, പാമ്പ് ത്വക്കിനെ എന്ന പോലെ താം ജഹാസി, താം മായാം അജാം ജഹാസി, വെടിയും. അപ്പൊ പാമ്പ് അതിൻ്റെ ത്വക്കിനെ ഉപേക്ഷിക്കാറുണ്ട് ഇല്ലേ? പാമ്പിന്റെ വളയൂരുക എന്നാ നമ്മൾ പറയുക. അപ്പൊ പാമ്പിന് ആ വള അതിൽ നിന്ന് വ്യത്യസ്തമായതുകൊണ്ടാണ് അതിനെ ഊരിക്കളയാൻ കഴിയുന്നത്. അതിന് പാമ്പിന് സ്വാതന്ത്ര്യമുണ്ട് ഊരിക്കളയാൻ. മറ്റുള്ള എല്ലാവർക്കും സാധിക്കുമോ? നമുക്ക് നമ്മുടെ വളയെ ഊരിക്കളയാൻ പറ്റുമോ? നമുക്ക് വളയുണ്ടോ? അപ്പൊ പാമ്പിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ് അതിന്റെ ത്വക്കിനെ ഉരിഞ്ഞു കളയുക. അതിനൊരു സ്വാതന്ത്ര്യമുണ്ട്. അതിന്റെ ആ ഒരു സീസൺ ആവുമ്പോൾ അതിന്റെ മൂത്ത് പരിപരുത്തതായിട്ടുള്ള ആ ത്വക്കിനെ അത് ഉപേക്ഷിക്കുന്നു, വളയൂരിക്കളയുന്നു. അപ്പൊ അതിന് പാമ്പ് വളയൂരുന്നത് പോലെ ഈശ്വരനും ഈ മായയെ വേഷം കെട്ടാൻ ഉപയോഗിക്കുകയും വേണ്ടപ്പോൾ ഊരിക്കളയുകയും ചെയ്യുന്നു. സ്വാതന്ത്ര്യമുണ്ട് ഈശ്വരന്. മായയെ ഊരിക്കളയാൻ അഥവാ ഉപേക്ഷിക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട്. അതാണ് താം ജഹാസി, അതിനെ ഉപേക്ഷിക്കുന്നു, മായയെ ഉപേക്ഷിക്കുന്നു. അപരിമേയ ഭഗഃ ത്വം അഷ്ടഗുണിതേ മഹസി മഹീയസേ. അപരിമേയ ഭഗഃ ത്വം, അങ്ങയുടെ ഭഗങ്ങൾ അപരിമേയങ്ങളാണ്. ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം എന്നിവ പരിമിതിയുള്ളതല്ല. ന പരിമേയം, അളക്കാൻ പറ്റുന്നതല്ല. അപരിമേയം എന്ന് വെച്ചാലോ സമഗ്രം, പൂർണ്ണം. ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശസ ശ്രിയ ജ്ഞാന വിജ്ഞാനയോരേതേ ഷണ്ണാം ഭഗ ഇതി ഈരണ. അപ്പോൾ സമഗ്രമായ ഐശ്വര്യവും സമഗ്രമായ വീര്യവും സമഗ്രമായ ശ്രീയും എല്ലാം പൂർണ്ണമായിട്ടുള്ളവനായ അങ്ങ് അപരിമേയ ഭഗഃ ത്വം അഷ്ടഗുണിതേ മഹസി മഹീയസേ. അഷ്ടഗുണിതമായ മഹസ്, അഷ്ടഗുണിതം 8 വിധത്തിലിരിക്കുന്ന അണിമ, മഹിമ, ഗരിമ, ലഗിമ, ഈശിത്വം, വശിത്വം, പ്രാപ്തി, പ്രാകാശ്യം എന്നൊക്കെ പറയുന്ന 8 ഗുണങ്ങളോട് കൂടിയതായിട്ടുള്ള 8 വിധത്തിലിരിക്കുന്ന അഷ്ട ഐശ്വര്യങ്ങൾ എന്ന് പറയുന്ന മഹസി മഹീയസേ, മഹസ്സിൽ ശോഭിക്കുന്നു, പൂജിക്കപ്പെടുന്നു, ആദരിക്കപ്പെടുന്നു എന്നൊക്കെ അർത്ഥം. അപ്പൊ ഭഗവാൻ എന്തുകൊണ്ട് ഭഗവാനായിരിക്കുന്നു? ഈ മായ എന്ന വളയെ ഊരിക്കളഞ്ഞിരിക്കുന്നു. മായ എന്ന വളയെ ഊരിക്കളയാനുള്ള സാമർഥ്യമുള്ളവനാണ് ഭഗവാൻ. നമ്മളോ മായ നമ്മളെ മുറുക്ക പിടിച്ചിരിക്കുന്നു, ഊരാൻ പ്രയാസമായിരിക്കുന്നു. അപ്പോൾ അതിനുള്ള അഭ്യാസമാണ് നമ്മൾ ചെയ്യേണ്ടത്. മായയെ ഊരിക്കളയാനുള്ള അഭ്യാസമാണ് ചെയ്യേണ്ടത്. അതാണ് ഗുരുക്കന്മാർ നമ്മളോട് ഉപദേശിച്ചിരിക്കുന്ന, ശാസ്ത്രങ്ങൾ ഉപദേശിച്ചിരിക്കുന്നത്. ഏതൊക്കെ തരത്തിലാണ് നമ്മുടെ ത്വക്ക് അഥവാ ആവരണങ്ങൾ
നമ്മെ മുറുകെ പിടിച്ചിരിക്കുന്നത്? അത് ജാതി, നീതി, കുല, ഗോത്ര, അല്ലേ, നാമ, രൂപ, ഗുണദോഷ, ദേശ, കാല, വിഷയ, ഇതൊക്കെ രൂപത്തിലാണ്. അല്ലെങ്കിൽ മനോബുദ്ധി അഹങ്കാര ചിത്താനി ശ്രോത്ര ജിഹ്വേ ഘ്രാണനേത്രേ വ്യോമവായുർ തേജോ ഭൂമി, ഇങ്ങനെ പല രൂപത്തിലാണ് നമ്മുടെ ആവരണം അഥവാ വള മുറുക്ക പിടിച്ചിരിക്കുന്നത്. ഈ വളയൂരാൻ നമ്മൾ അഭ്യസിക്കണം. ജാതി, നീതി, കുലഗോത്ര, ദൂരകം, നാമരൂപ, ഗുണദോഷ വർജിതം, ദേശകാല വിഷയാദിവർത്തിയത് ബ്രഹ്മതത്വമസി ഭാവയാത്മനി എന്ന് ഗുരു ഉപദേശിക്കുന്നു. തദ് ബ്രഹ്മത്വമസീതി ആത്മനി ഭാവയ, നീ ആ ബ്രഹ്മമാണ് എന്ന് നിരന്തരം സ്വരൂപത്തെ ധ്യാനിക്കുക. ബാക്കി എല്ലാം ദൂരേക്ക് കളയേണ്ടതാണ്. അതിൽ നിന്നെല്ലാം ദൂരത്തിൽ ഗമിച്ചിരിക്കുന്നതാണ് ആത്മാ. ജാതി, നീതി, കുല, ഗോത്ര, ദൂരഗം, നാമ, രൂപ, ഗുണ, ദോഷ വർജിതം, ദേശ, കാല, വിഷയ അതിവർത്തി, തദ് ബ്രഹ്മ ത്വമസീതി ആത്മനി ഭാവയ. മനോബുദ്ധ്യഹങ്കാര ചിത്താനി നാഹം ന ച ശ്രോത്ര ജിഹ്വേ ന ച ഘ്രാണനേത്രേ ന ച വ്യോമ ഭൂമിർ ന തേജോ ന വായുഃ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഇപ്പൊ വളയൂരാൻ പഠിക്കണം. വളയൂരിയാൽ ഭഗവാനായി, ഈശ്വരനായി, വളയോടുകൂടി ബന്ധനസ്ഥരായിരിക്കുമ്പോൾ ജീവന്മാരായി. ഒരു പാമ്പിന്റെ വളയൂരുന്ന ഉപമയിലൂടെ ഈശ്വരനും ജീവനും തമ്മിലുള്ള സ്വാതന്ത്ര്യവും പാരതന്ത്ര്യത്തെയും വർണ്ണിച്ചിരിക്കുന്നു. നമ്മൾ പരതന്ത്രരായിരിക്കുന്നത് ഈ ശരീരത്തെ ഡിപ്പെൻഡ് ചെയ്ത് താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നത് കൊണ്ടാണ്. ഈശ്വരനോ ഇതിനെയൊന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, പൂർണ്ണ സ്വതന്ത്രനായിരിക്കുന്നു. അപ്പൊ ഈശ്വരന്റെ സ്വാതന്ത്ര്യം നമ്മൾ നേടിയെടുക്കാൻ, അതാണ് പരമമായിട്ടുള്ള സ്വാതന്ത്ര്യം. അല്ലാതെ രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത് കൊണ്ടൊന്നും നമ്മൾ മുക്തരാവാൻ പോകുന്നില്ല. സാമ്പത്തികമായ സ്വാതന്ത്ര്യം നേടിയത് കൊണ്ടും മുക്തരാവാൻ പോകുന്നില്ല. ശാരീരികമായിട്ടുള്ള നല്ല ആരോഗ്യം നേടിയത് കൊണ്ടും മുക്തരാവാൻ പോകുന്നില്ല. വേറെ എന്തെല്ലാം നേടിക്കഴിഞ്ഞാലും എല്ലാം ഭാരമായി മാറുകയേ ഉള്ളൂ, എല്ലാം ബന്ധനങ്ങളായി മാറുകയേ ഉള്ളൂ. അതുകൊണ്ട് അറിവുള്ളവർ ഇതിലൊക്കെയുള്ള താതാത്മ്യത്തെ വെടിഞ്ഞ് ആ സത്യത്തെ അന്വേഷിക്കാനായിക്കൊണ്ട് ഏകാന്തത്തിൽ ചെന്ന് അന്തർമുഖരായി വിചാരം ചെയ്ത് ഉറപ്പിക്കുന്നു. ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. അപ്പോൾ അങ്ങ് അഷ്ടമഹിമകളോടുകൂടി ശോഭിക്കുന്നു, പൂജിക്കപ്പെടുന്നു. മറ്റവൻ മൃത്യുവിനെ പ്രാപിക്കുന്നു. മൃത്യോസ മൃത്യുമാപ്നോതി, മൃത്യുവിൽ നിന്ന് അവൻ മൃത്യുവിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. യനാനേവ പശ്യതി എന്നാണ്. ആരാണോ ഇവിടെ പലത് കാണുന്നത് അവൻ മൃത്യുവിൽ നിന്ന് മൃത്യുവിലേക്ക് പോകുന്നു. ആരാണോ ഏകത്വത്തെ ദർശിക്കുന്നത്, തസ്യ കോ മോഹക്ക ശോകഃ ഏകത്വമനുപശ്യതഃ. ഒന്നിനെ തന്നെ, ഏകമായ വസ്തുവിനെ ദർശിക്കുന്നവന് ശോകമോഹങ്ങൾ ഇല്ല. അപ്പോൾ ആ ഒരു ആശയം വളരെ നന്നായി പറഞ്ഞിരിക്കുന്നതാണ് 38-ാം ശ്ലോകം, 39-ാം ശ്ലോകം. നാളെ രാവിലെ കാണാൻ പറ്റുമോ നോക്കാം. ഇന്ന് രാവിലെ കാണണമെന്ന് വിചാരിച്ചത് വൈകിയത് കൊണ്ട്, അല്ലേ, നമ്മുടെ കാൽനാട്ട് കർമ്മം വൈകിയത് കൊണ്ട്
അവിടെ നിന്ന് വരാനും ഒക്കെ വൈകി. അപ്പോഴേക്കും വേറെ തിരക്കുകളും വന്നു. നാളെ തിരക്കുകളൊന്നും ഇല്ലാതിരിക്കട്ടെ, രാവിലെ നോക്കാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. ഹരി.